പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ശിഷ്യ ദർശകളിലും മതസ്ഥാപനങ്ങളിലും ദാറുൽ ഡിഗ്രി സിലബസിന്റെ ഭാഗമായും വളരെ സമയമെടുത്ത് പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് മഹാനായ താജുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹിയുടെ ജംഉൽ ജവാമി. അപ്പൊ അതിന്റെ ഒരു മെത്തഡോളജി, അതിന്റെ ഒരു പ്രസക്തി, മറ്റു കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അതിന്റെ ഒരു കണ്ടന്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, മറിച്ച് ഒരു മെത്തഡോളജിക്കൽ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കണ്ടന്റ് അനാലിസിസിനകത്തൊക്കെ ദിവസങ്ങൾ എടുക്കും. അപ്പോൾ എങ്ങനെ ആ കിതാബിനെ അപ്രോച്ച് ചെയ്യാം എന്നതാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ജംഇനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ഉസൂലുൽ ഫിഖിന്റെ ഒരു പ്രതീകമാണ്. സോലിഹ് സെങ്കി എന്ന മലേഷ്യയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പ്രൊഫസർ, അദ്ദേഹം തുറാസിൽ ഉസൂലി എന്ന് പറഞ്ഞിട്ട് ഉസൂലുൽ ഫിഖിന്റെ തുറാസി ഗ്രന്ഥങ്ങൾ ഏത് രീതിയിൽ പഠിക്കാം എന്നൊരു വിസാര നടത്തിയപ്പോൾ അദ്ദേഹം അതിന് സെലക്ട് ചെയ്ത മോഡൽ താജുദ്ദീൻ സുബ്ക്കിയുടെ ജംഉൽ ജവാമി ആയിരുന്നു. അവർ മിഡീവൽ ഉസൂലുൽ ഫിഖിന്റെ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ് ഉസൂലുൽ ഫിഖ്. അതുകൊണ്ട് തന്നെ ഉസൂലുൽ ഫിഖ് അതിന്റെ മുൻപേയുള്ള കിതാബുകളെയും പിന്നീട് വരുന്ന കിതാബുകളെയും അനലൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ഗേറ്റ് വേ ഉസൂലുൽ ഫിഖ് ആണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇന്ന് താജുദ്ദീൻ സുബ്ക്കിയുടെ ജംഉൽ ജവാമിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളൊക്കെ ജമ്മു ഓതിയ ആൾക്കാരാണ്, അതുകൊണ്ട് എന്റെ പണി വളരെ സുഖമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിൾസ് പറഞ്ഞ് കണക്ട് ചെയ്ത് പോയാൽ മതിയാവും. ബാക്കിയൊക്കെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിന്റെ മുസന്നിഫ് ആരാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. താജുദ്ദീൻ സുബ്ക്കി റഹിമഹുല്ലാഹ്. താജുദ്ദീൻ സുബ്ക്കി റഹിമഹുല്ലാഹയെ പ്രസക്തമാക്കുന്നത് ആ മുസന്നിഫ് മാത്രമല്ല, മുസന്നിഫിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് തഖിയുദ്ദീൻ സുബ്ക്കി റഹിമഹുല്ലാഹ് എല്ലാവർക്കും പരിചിതമായ സുപരിചിതമായ വ്യക്തിത്വമാണ്. ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യയും ഒക്കെ ഒരു സലഫി ആശയവുമായിട്ട് വന്നപ്പോ, അല്ലെങ്കിൽ ഒരു റിഫോമിസ്റ്റ്, അന്നത്തെ കാലത്ത് ഒരു റിഫോമിസം, അതൊന്നും ഇന്നൊരു പക്ഷേ റിഫോമിസം ആയിക്കൊള്ളണമെന്നില്ല, ആ രീതിയിൽ വന്നപ്പോ അതിനെ അഹ്ലു സുന്നയുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധിച്ചതും അതിനെതിരെ ഒരു കോട്ടമതിൽ തീർത്തതും മഹാനായ തഖിയുദ്ദീൻ സുബ്ക്കി ആയിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഇബ്നു തൈമിയ്യയോടുള്ള മുനാദറകളും മറ്റുമൊക്കെ ആയിട്ട് തഖിയുദ്ദീൻ സുബ്ക്കി നമുക്കറിയാം. അപ്പൊ അതൊരു പണ്ഡിത ഫാമിലി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രപിതാക്കളൊക്കെ ഉലമാക്കളായിരുന്നു. തഖിയുദ്ദീൻ സുബ്ക്കി ഖാദിൽ ഖുദാത്തായിരുന്നു. ആഖിറുൽ മുജ്തഹിദീൻ എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം, അല്ലെ, ഹംബലികളുടെ ഷെയ്ഖുൽ ഇസ്ലാം ആയിരുന്നു. ഇബ്നു തൈമിയ്യ അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഷെയ്ഖുൽ ഇസ്ലാം ആയിരുന്നു തഖിയുദ്ദീൻ സുബ്ക്കി എന്ന് മഖ്ദസി വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ജനിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ഈജിപ്തില് 727, 28, 29 എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. 727 8ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജനിക്കുന്നത്. 771 8ാം നൂറ്റാണ്ടിലെ 2ാം പാതിയിൽ അദ്ദേഹം വഫാത്താകുന്നു. 8ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ, ഹാറൂസ് ബവാക്കിന്റെ വർക്ക് വായിക്കുന്നുണ്ട്. അദ്ദേഹം അൽ ബാജൂരിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആർക്കിടൈപ്പൽ സുന്നി സ്കോളർ എന്നാണ്. അതിന് ഡെഫിനിഷൻ പറയുന്നത് 4ാമതൊരു മദ്ഹബ്, 2ാമതൊരു അഖീദ, പിന്നെ തസവുഫ്. താജുദ്ദീൻ സുബ്ക്കി ജംഉൽ ജവാമിന്റെ അവസാനത്തിൽ പറയുന്നത് അത് നമ്മുടെ മദ്ഹബ് അശ്അരി മദ്ഹബാണ്. അതേപോലെ അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു. അതേപോലെ ത്വരീഖത്തുൽ ജുനൈദുൽ ബാഗ്ദാദി, ജുനൈദുൽ ബാഗ്ദാദിയുടെ ത്വരീഖത്തായിരുന്നു താജുദ്ദീൻ സുബ്ക്കി പിൻപറ്റിയിരുന്നത്. ഹിമ്മിന്റെ അവസാനത്തിൽ അത് ത്വരീഖത്തുൽ മർമിയ്യ എന്ന് പറയുന്നത് ജുനൈദുൽ ബാഗ്ദാദിയുടെ ഈ തസവുഫി മാർഗത്തിൽ. പിന്നെ താജുദ്ദീൻ സുബ്ക്കിയുടെ ഇത് നോക്കുമ്പോ 40 വയസ്സുള്ളൂ, 40+ വയസ്സേ ഉള്ളൂ താജുദ്ദീൻ സുബ്ക്കി. അപ്പൊ അറിയപ്പെടുന്ന നിരവധി സ്കോളേഴ്സ്, ഇമാം നവവി റഹിമഹുല്ലാഹ്, കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഡ് ലീവുള്ള ആളാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്, ഷാഫി ഇമാം, ഇവരൊക്കെ 40-50 മാക്സിമം ഈ വയസ്സിലാണ് അവർക്ക് ജീവിക്കുന്നത്. അതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് പണ്ഡിതന്മാരുടെ ശൈലി ആരോഗ്യപരമാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റൂല. ഉറക്കം വെച്ചിട്ട് പഠിക്കാം, രാവും പകലും പഠിക്കാം. ഷാഫി ഇമാം ഉറങ്ങാറില്ലായിരുന്നു, രാത്രിയൊക്കെ ഇസ്തിംബാത്തുകൾ ചെയ്യാറായിരുന്നു എന്നതാണ് ഇതിനൊക്കെ ഉള്ളത്. അപ്പൊ അത് ആരോഗ്യപരമാണ് നമുക്ക് പറയാൻ പറ്റൂല. കാരണം പണ്ഡിതന്മാർക്കൊക്കെ 40 വയസ്സ്. ഷാഫി ഇമാമിന്റെ അസുഖബാധിതരായിരുന്നു, കടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ആയിരുന്നു ഷാഫി ഇമാം ക്ലാസ് എടുത്തിരുന്നത്. അസുഖം കൊണ്ട്, അസുഖത്തിന്റെ രൂക്ഷത കാരണത്താൽ
അപ്പോ അവരുടെ ത്യാഗം ആരോഗ്യപൂർണ്ണമാണ് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അത് അവര് 60, 70, 80 വയസ്സ് സക്കരിയ അൻസാരി പോലെ 100 വയസ്സ് ജീവിച്ച ആളുകളുണ്ട്, 100 വയസ്സ് ജീവിച്ച സക്കരിയ അൻസാരി ഉണ്ട്. അപ്പോ 2 ടൈപ്പ് ഓഫ് സ്കോളേഴ്സ്, വളരെ കുറഞ്ഞ കാലം ജീവിച്ച, എന്നാൽ ആ കാലഘട്ടം കൊണ്ട് ഈ 100 വർഷത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ജീവിതം നയിച്ചു പോയ ആളുകൾ. മഹാനായ താലിബിന് സുബിക്കുന്നത് അതേപോലെയുള്ള ഒരു പണ്ഡിതനാണ്. 40 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത്. എങ്ങനെയാണ് അതേപോലുള്ള സ്കോളർഷിപ്പ് ഉണ്ടായത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാർ അന്നുണ്ടായിരുന്ന ഒരു പഠന രീതി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു സിലബസും അതിന്റെ ഒരു സ്റ്റൈലൊക്കെ എടുത്തപ്പോൾ ഇതേപോലുള്ള ഉലമാക്കളുടെ രീതിശാസ്ത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. താലിബിനെ സുബിക്കി എന്നല്ല, അന്നുള്ള ഏത് പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ റിഹലാത്തുകള് പറന്ന് പോയിട്ട് ഓരോ സബ്ജക്റ്റും അതിന്റെ മാസ്റ്ററിൽ നിന്ന് പഠിക്കാം എന്ന ഒരു രീതിയായിരുന്നു താലിബിന് സുബിക്കുണ്ടായിരുന്നത്. ഇബ്നു നക്കീബിൽ നിന്നാണ് ഷാഫി മദബ് അദ്ദേഹം പഠിക്കുന്നത്. അബൂ ഹയ്യാൻ അൽ അൻദലുസിയിൽ നിന്നാണ് നഹ്വ് അദ്ദേഹം പഠിക്കുന്നത്. റഹബിയിൽ നിന്നാണ് താരീഖും ഹദീസും പഠിക്കുന്നത്. മിസ്സി ഷെയ്ഖുൽ ഇസ്ലാമായ ഷെയ്ഖുൽ മുഹദ്ദിസീനായ ഹാഫിളായ മിസ്സിയിൽ നിന്നാണ് അദ്ദേഹം ഹദീസ് പഠിക്കുന്നത്. ഓരോ ഡിസിപ്ലിനും ആ ഡിസിപ്ലിനിന്റെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സ്, അതോറിറ്റി, അവരിൽ നിന്ന് പഠിക്കുക എന്നൊരു കൺസെപ്റ്റ് ദാവൂദായുടെ ഈ സ്പീച്ചിലൊക്കെ രീതിശാസ്ത്രം മാറിയപ്പോൾ നമ്മളെ എൻകറേജ് ചെയ്ത ഒരു സംവിധാനമാണിത്. കാരണം പണ്ടൊക്കെ നമ്മൾ ഒരു അധ്യാപകനിൽ നിന്ന് ഫുള്ള് പഠിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കുക എന്നതിന് പകരം വിദ്യാർത്ഥികളോട് ചോദിച്ച് അധ്യാപകന്റെ കഴിവുകൾ, വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ, ദാവൂദിൽ തന്നെ നമ്മള് സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്നൊരു കൺസെപ്റ്റ് വരെ കൊണ്ടുവരാനുള്ള മോട്ടിവേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇവരുടെ ഈ പഠന രീതി. കാരണം എക്സ്പേർട്ടിൽ നിന്നാണ് ഓരോ വിഷയങ്ങൾ അവർ പഠിക്കുന്നത്. അതേപോലെ അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ അത്ര തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ അതില്ല. ഉദാഹരണത്തിന് തഖിയുദ്ദീൻ സബിച്ചുമായി നടത്തുന്ന ഒരു കോൺവെർസേഷന് തബക്കാത്തില് താലിബിന്റെ സുബിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തഖിയുദ്ദീൻ സുബിക്ക് മുമ്പിലെ കട വെക്കുന്ന ആള് ബിസിയാണ്. ബിസി കുറച്ചുകൂടി ഷെയ്ഖാണ്, പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തെ എപ്പോൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തഖിയുദ്ദീൻ സുബിക്ക് പൊതുവെ പറയാനുള്ളത് ബിസിന്റെ അടുത്ത് പോയി പഠിക്കണമെന്നാണ് താലിബിൻ സുബിക്കയോട് ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ താലിബിൻ സുബിക്ക് പേഴ്സണലി റഹബിയുടെ ക്ലാസ്സാണ് താല്പര്യപ്പെടാറുള്ളത്. റഹബി കുറച്ചുകൂടി യങ് ആണ്, എനർജറ്റിക് ആണ്, ക്ലാസ് എൻഗേജിംഗ് ആണ്. താലിബ് സുബിക്ക് കുറച്ചുകൂടി റെക്കഗ്നിഷൻസ് കൊടുക്കും, ആക്ടിവിറ്റീസ് കൊടുക്കും, റോള് കൊടുക്കും. ഷെയ്ഖുൽ ഇസ്ലാം ബിസി ആകുമ്പോൾ മുമ്പുള്ളതായ ക്ലാസ് എങ്ങനെയാണ്. അപ്പൊ താലിബ് സുബിക്ക് സാധാരണ റഹബിന്റെ ക്ലാസ്സൊക്കെയാണ്. അപ്പൊ അതിന്റെ നീരസമൊക്കെ തഖിയുദ്ദീൻ സുബിക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് രസകരമായ ഒരു കൺവെർസേഷനെ തബക്കാത്തിൽ നിങ്ങൾക്ക് വാക്കാൻ കഴിയും. അപ്പോ ഓരോ ദിവസം വരുമ്പോ വൈകുന്നേരം വീട്ടിലെത്തിയാൽ ഒരു റിവിഷൻ തഖിയുദ്ദീൻ സുബിക്ക് നടത്തുന്ന എവിടുന്നാവുന്നത്, എന്താ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ബിസിന്റെ അടുത്ത് വന്ന് പഠിച്ചു എന്ന് പറയുമ്പോ അന്ന് മുപ്പത് നീടി ബിസിന്റെ അടുത്ത് വന്ന് പോയത് എന്തൊക്കെയാ ബിസി പഠിപ്പിച്ചത് എന്നൊക്കെ ആവേശത്തോടെ ചോദിക്കുന്നതാണ്. റഹബിന്റെ അടുത്ത് പോയെന്നാ റഹബിയ എന്നുള്ള രീതിയിൽ അത്ര ഒരു ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ മുമ്പ് അപ്രോച്ച് ചെയ്യും. എന്നാൽ പോലും താലിബ് സുബിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് റഹബി ആയിരുന്നു. കാരണം മുമ്പ് എൻഗേജിങ് ആയിരുന്നു, അല്ലെങ്കിൽ മുമ്പ് കുറച്ചുകൂടി റോളൊക്കെ കിട്ടും, ക്ലാസ്സിലൊക്കെ ചോദ്യമൊക്കെ ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നത് റഹബി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നെന്താണ്, പണ്ഡിതന്മാര് അന്ന് ഈ പണ്ഡിത്യം രൂപപ്പെടുന്നതിന് പ്രധാന കാരണം ടീച്ചിങ് ഫാക്കൽറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ഏറ്റവും അതോറിറ്റിയിൽ നിന്ന് ഉസൂൽ പഠിക്കുകയാണെങ്കിൽ ഉസൂലിയിൽ നിന്ന്, ഫഖീഹിൽ നിന്ന് പഠിക്കുന്നുണ്ട്, നഹ്വ് അൻദലുസിയിൽ നിന്ന് പഠിക്കുന്നു, അല്ലേ? അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നെ അസദുൽ മമാലിക് മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ബഹരി മംലൂക്സിന്റെ ഒരു പീരീഡ് ആയിരുന്നു. ബഹരി മംലൂക്കിനെ കുറിച്ച് തന്നെ റിസർച്ച് നടത്തുന്ന ഒരു മാഗസിൻ ഉണ്ട്, മംലൂക്ക് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ മംലൂക്ക് പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലെന്താണ് കുറച്ചും കൂടി ഈസിയാണ്. വർഷത്തിൽ ഒന്നേ അത് പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. അത് സുബിക്കെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫി അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ലക്കത്തിൽ ഉൾപ്പെടുത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുന്നു. പിന്നെ 8ാം നൂറ്റാണ്ടിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതെന്താണ്, അത് തത്താരികളുടെ ഇസ്ലാമിക ലോകം ബാഗ്ദാദും മറ്റൊക്കെ നാമാവശേഷമാക്കിയതിനു ശേഷം വരുന്ന അന്ന് തന്നെ ഇസ്സുൻ അബ്ദുസ്സലാം മറ്റൊക്കെ യുദ്ധം ചെയ്യുന്ന അമീർസാക്കെ സാധാരണ കോട്ട് ചെയ്യുന്ന ആളാണ് ഇസ്സുൻ അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമ. അപ്പൊ അവരൊക്കെ നിരന്തരമായ പോരാട്ടം നടത്തിയിട്ട് പാകപ്പെട്ടൊരു കാലത്താണ് ആരൊക്കെ വരുന്നത്, താലിബിൻ സുബിക്കൊക്കെ വരുന്നത്. നമ്മൾ കേരളത്തിൽ ഇഷ്ടം 1921 ശേഷം സമസ്ത ഉണ്ടാകുന്നു, മറ്റേതുണ്ടാകുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. കാരണം 21 കടന്ന് ഒന്നായി തകർന്നു.
പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇതേപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു രണ്ടാം ഗോൾഡൻ ഏജ് എന്നൊക്കെ പല ആൾക്കാരും അസറുൽ അബ്ബാസിക്ക് ശേഷം വന്ന ഒരു സെക്കൻഡ് ഗോൾഡൻ ഏജ് ആയിട്ട് ഈ മമാലിക്കിന്റെ, എസ്പെഷ്യലി ബഹരി മമാലിക്കിന്റെ, കാരണം അയ്യൂബി മാരി മറ്റുള്ളൊക്കെ ഒന്ന് അതൊരു പാകപ്പെട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ താജുദ്ദീൻ സുൽക്കിയുടെ കിതാബുകൾ അല്ലെ, 40 വയസ്സായിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ ടൈറ്റിലുകൾ, കിതാബുകൾ, ഓരോ പണ്ഡിതന്മാർക്ക് ഇഷ്ടംപോലെ ടൈറ്റിലാണ്. അബൂ ഹമീദ് അൽ-ഗസാലി റഹിമഹുല്ലാഹ് സുയൂത്തി ഇമാമിനെ കുറിച്ചൊക്കെ 500 ടൈറ്റിൽസ്, 1000 ടൈറ്റിൽസ് എന്ന് വരെ പറയാറുണ്ട് ചില ആളുകൾ. സുയൂത്തി ഇമാമിനെ എഴുതിയ കിതാബുകൾ ചുരുങ്ങിയത് 500 ടൈറ്റിൽസിൽ സുയൂത്തി ഇമാമിനെ കിതാബുകൾ രചിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിനേക്കാൾ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ചെറുതൊന്നല്ല, അതൊക്കെ വ്യത്യസ്തമായ ഫന്നാണ്. തഫ്സീറിലുണ്ട്, ഹദീസിലുണ്ട്, ഇത്തിഖാന്, ഉലൂമുൽ ഖുർആനുണ്ട്, ഉലൂമുൽ ഹദീസിലുണ്ട്, പിന്നെ ഉസൂൽ ഫിഖിലുണ്ട്, ഫിഖിലുണ്ട്, സീറയിലുണ്ട്, തുടങ്ങി എല്ലാ ഫണ്ടിലും അവർ കിതാബ് രചിക്കുക. എൻസൈക്ലോപീഡിക് നേച്ചറായിരുന്നു, മൗസൂലിയായിരുന്നു പണ്ഡിതന്മാര്. അല്ല, ഒരു ഡിസിപ്ലിൻ അല്ല. ദാവൂദിന്റെ ഫിലോസഫിയിലും അദ്ദേഹം അപ്ലൈ ചെയ്യാറുണ്ട്. ദാവൂദിന് ഡിഗ്രി വന്ന കാലത്ത് ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു, ഫിഖാണെങ്കിൽ ഫിഖ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ അന്ന് പണ്ഡിതന്മാർ അങ്ങനെ ആയിരുന്നില്ല. നാം നബി നമ്മൾ നോക്കുകയാണെങ്കിലും, മറ്റുള്ള വസാരി ഇമാമിനെ നോക്കുകയാണെങ്കിലും, ജുവൈനി ഹറമീനിയെ നോക്കുകയാണെങ്കിലും, അവരൊക്കെ എന്തായിരുന്നു? എല്ലാവരും മൗസൂമിയായിരുന്നു. എല്ലാ ഫന്നിലും എല്ലാ മേഖലയിലും അവർക്ക് ആധികാരികമായ ശബ്ദം ഉണ്ടായിരുന്നു, തസ്രീഫ് ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം അവർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. കാരണം ഉസൂലി, താജുസുബിക്ക് ഉസൂലിയാണ്, താജുസുബിക്ക് ഫിഖിൽ കിതാബുണ്ട്. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ഡിസിപ്ലിൻ അദ്ദേഹം കാണാൻ ഉസൂലിയൻ. ഇമാം നവവി റഹിമഹുല്ലാഹ് ഫഖീഹ് ആയിരുന്നു. ഉസൂൽ ഫിഖിലെ ഇജ്തിഹാദിനെ കുറിച്ച് ഇമാം നവവി തങ്ങൾ റിസാല എഴുതിയിട്ടുണ്ട്. പക്ഷെ ഫഖീഹ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ശറഹുൽ ഹദീസ് ഉണ്ട്, ഹദീസിനേക്കാൾ ഫഖീഹ് ആയിട്ടാണ് ഇമാം നവവി തങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും തഖസ്സുസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്ക് വേണം. എന്നാൽ അതോടൊപ്പം മൗസൂലിയായ ഒരു അവഗാഹവും ഇൽമും വേണം എന്ന കാഴ്ചപ്പാട്. അപ്പോൾ താജുദ്ദീൻ സുൽക്കിയുടെ രസകരമായ കിതാബാണ് അൽ-അശ്ബാഹുൽ നദായിർ. സുയൂത്തി ഇമാമിന്റെ അശ്ബാഹുൽ നദായിർ ഏറ്റവും അറിയപ്പെട്ട ആളുകളൊക്കെ റെഫർ ചെയ്യുന്നത്. പക്ഷെ സുയൂത്തി ഇമാമ് തന്നെ പറയുന്നത്, ഞാൻ സുയൂത്തി ഇമാമിന്റെ താജുദ്ദീൻ സുൽക്കി ഭയങ്കര ഇൻഫ്ലുവൻസ് ആയ ഫിഗറാണ്. അതുകൊണ്ട് ജംഉൽ ജവാമി, നഹ്വിലും ഹദീസിലൊക്കെ ആർക്കുണ്ട്? സുയൂത്തി ഇമാമിനുണ്ട്. കുറെ ടൈറ്റിൽസ്, റിസംബ്ലിംഗ് ടൈറ്റിൽസ് ഉണ്ട്. താജുദ്ദീൻ സുൽക്കിയുടെ കുറെ ടൈറ്റിൽസ് സുയൂത്തി ഇമാമിൽ കാണാം. അപ്പോ അശ്ബാഹുൽ നദായിർ സുയൂത്തി ഇമാമിൽ രചിക്കുമ്പോൾ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, താജുദ്ദീൻ സുൽക്കിയുടെ അശ്ബാഹുൽ നദായിറാണ് എന്ന ഏറ്റവും വലിയ മോഡൽ. അതേപോലെ ഒരു കിതാബ് നമ്മൾ കണ്ടിട്ടില്ല എന്ന അഭിപ്രായം സുയൂത്തി ഇമാമ് പറയുന്നുണ്ട്. തബഖാത്തു ഷാഫിയ്യ, തബഖാത്തു ഷാഫിയ്യയുടെ ഒരു സീരീസ് ഉണ്ട്. തബഖാത്തു ഷാഫിയ്യത്തിൽ കുബ്രയുണ്ട്, മുസ്തയുണ്ട്, സുഗ്റയുണ്ട്. അല്ലെ, തബഖാത്ത് എന്നുള്ളത് ഒരു തബഖാത്ത് ലിറ്ററേച്ചറിന്റെ ഏറ്റവും മോഡലായിട്ടാണ് ഒലമാക്കളൊക്കെ പറയുന്നത്. കാരണം സ്കോളാസ്റ്റിക് ബയോഗ്രഫി, എങ്ങനെ ഇന്റലക്ച്വൽ ബയോഗ്രഫി, ഒരു പണ്ഡിതനെ എഴുതുമ്പോൾ നമ്മളെ പ്ലസ് മേക്കേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിക് സിവിലൈസേഷനെ കുറിച്ച് താജുദ്ദീൻ സുൽക്കിയുടെ തബഖാത്തു ഷാഫിയ്യയുടെ ഒരു മോഡൽ ആയിരിക്കണം രചനകൾ എന്ന രീതിയിലേക്ക് ചർച്ച പോയിരുന്നു. കാരണം തബഖാത്തിൽ എന്താ വെച്ചാൽ ഒരു സ്കോളർ എടുത്താല് ആ സ്കോളറുടെ അഭിപ്രായങ്ങൾ, അബൂ ഹമീദ് അൽ-ഗസാലിയുടെ തബഖാത്തിലുള്ള ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇഹ്യായിൽ വന്ന് എനിക്ക് ഹദീസിലെ സനദ് കണ്ടെത്താൻ കഴിയാത്ത ഹദീസുകളുടെ ലിസ്റ്റ്. ഉദാഹരണം, അബുൽ ഹസൻ അശ്അരിയുടെ തബഖാത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ബയോഗ്രഫി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, അശ്അരി മാതൃകയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് റീകൺസൈൽ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്, അത് ഖസീദത്തുൻ നൂനിയ്യ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ പരാമർശിക്കുന്നു. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെ പറയുമ്പോഴും അവരുടെ ഒരേമായ മസാലകള് തിസീസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് തബഖാത്തൊന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഓരോ പണ്ഡിതന്മാരെ കുറിച്ചും അവരുടെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയങ്ങൾ, ഷാസായിട്ടുള്ള ഒപ്പീനിയങ്ങൾ, ഇങ്ങനെ പറഞ്ഞു പോകുന്ന കിതാബാണ്. അതിന് ചെറിയ ജ്ഞാനം പോരാ, കൃത്യമായി നിരന്തരമായ വായനയും പരന്ന വായനയും ഉണ്ടാകുമ്പോഴേ അത്ര വിശാലമായിട്ട് കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ജംഉൽ ജവാമി എന്നത് ദാവൂദയിലടക്കം പല ആളുകളെയും ചിലപ്പോൾ ഒരു പക്ഷേ ചോദ്യം കുറവായിരിക്കും. സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഈ മിഡീവൽ പീരീഡിൽ രചിച്ച ഒരു കിതാബ് നമ്മളെ ഓതുന്നത്? ഇപ്പൊ ആധുനിക ലോകമാണ്, പുതിയ ചർച്ചകളാണ്. ഇപ്പൊ ജംഉൽ ജവാമി അറിയാത്തപ്പോ ഞാൻ മലേഷ്യയിലൊക്കെ ഉള്ള സമയത്ത് അവിടെ ജമ്മ അറിയാം, ആളുകൾക്ക് വായിൽ അല്ലാതിനൊക്കെ അറിയാം, ബാബാ സുഹൈലിനെ അറിയാം, എന്നല്ലാതെ ആരറിയില്ല. താജുദ്ദീൻ സുൽക്കിയെയും ജമ്മിനെയൊക്കെ ശരിയാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല. ട്രഡീഷണൽ കുർദികൾക്കൊക്കെ അറിയാം. കുർദികൾക്ക് അവിടെയൊക്കെ ജമ്മ അവിടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അക്രാദ് കുർദികളൊക്കെ എന്താ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ട്രഡീഷണൽ പോക്കറ്റിലുള്ള ആളുകൾക്ക് അറിയില്ല. അക്കാഡമിയിലുള്ള വന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പാരമ്പര്യ കിതാബുകളൊക്കെ അറിയാതെ പോകുന്നു. ആ അറിയാതെ പോകുന്നതിന്റെ ദുരന്തം
ആധുനിക ഇജ്തിഹാദിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഉസൂൽ അറിയാതെയാണ് ആളുകൾ ഫിഖിൽ സംസാരിക്കുന്നത്. ഉസൂലിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. അങ്ങനെയാണ് അവര് സോഷ്യോളജിയെ പോലെ സൈക്കോളജിയെ പോലെ ഫിഖിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൻ്റെതായ ദുരന്തങ്ങള് ആധുനികമായ ഇജ്തിഹാദില് നിങ്ങൾക്കൊക്കെ ദർശിക്കാൻ കഴിയും. അപ്പൊ ജമ്മിനെ പ്രത്യേകമാക്കുന്ന അല്ലെങ്കിൽ വൈ വി ആർ സ്റ്റിൽ ലേണിംഗ് ജമ്മിൽ ജവാബ്, എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ജമ്മിന്റെ പിറകെ കൂടുന്നു എന്നൊരു ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറ്റും. ധാരാളം ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒന്ന്, ജമ്മിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഉസൂലിയീൻ, ലോകത്ത് വന്ന ഉസൂലികളുടെ ജമ്മിന്റെ മുമ്പ് വന്നു പോയ ഉസൂലികളുടെ എല്ലാം അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു കിതാബാണ് ജമ്മുൽ ജവാമി. വളരെ 40 പേജുണ്ട് ജമ്മുൽ ജവാമി. വറക്കാത്ത് ആകെ 5-6 പേജുള്ളൂ. വറക്കാത്ത് ഇമാം അൽ ഹർമേനിയുടെ വറക്കാത്ത്. ജമ്മുൽ ജവാമി 40 പേജ് ആകുള്ളൂ. 40 പേജ്. പക്ഷെ ആ 40 പേജില് മഹ്സൂല് 6 വാള്യംസ് ആണ്. 6 വാള്യങ്ങളുള്ള പ്രത്യേകതയാണ് മഹ്സൂൽ. ആമിദിയുടെ സൈഫുദ്ദീൻ ആമിദിയുടെ അൽ ഹിക്കാം ഫി ഉസൂൽ അഹ്കാം 4 വാള്യങ്ങളല്ലേ പ്രസിദ്ധീകൃതമായ 4, 5, 6 വാള്യങ്ങളൊക്കെയാണ് ഈ കിതാബുകൾ. ആ കിതാബിലുള്ള കണ്ടന്റുകള് ഏറെക്കുറെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന 40 പേജാണ് താജുദ്ദീൻ സുബ്കിയുടെ 40 പേജ്. അതുകൊണ്ടാണ് മൻഉൽ മവാദിയിൽ താജുദ്ദീൻ സുബ്കി പറയുന്നുണ്ട്, ജമ്മ രചിക്കുന്ന കാലം അത് ഉറക്കില്ലാത്ത കാലമായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത കാലമായിരുന്നു. നമ്മളിങ്ങനെ ജമ്മു എന്തിനൊക്കെ ഉറങ്ങാതിരിക്കണം, നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, വേറെ കിതാബുകളൊക്കെ നമ്മുടെ ഇതിലുള്ളതല്ലേ. പക്ഷെ അദ്ദേഹം ആറ്റിക്കുറുക്കി കൃത്യമായി ആധികാരികമായി പറഞ്ഞിട്ടുള്ളതാണ് ജമ്മിന്റെ. അതുകൊണ്ട് 3 വർഷം ജമ്മ രചിക്കാൻ ചെലവഴിക്കുന്നത്. ഈ 3 വർഷം ഉറങ്ങാൻ സാധിക്കാത്ത രാത്രി പകലായിരുന്നു. മാത്രമല്ല എന്റെ റൂമിലൊക്കെ പേജുകൾ ഇങ്ങനെ പാറി നടക്കുകയെന്നതാണ്. കാരണം ആകെ 40 പേജ് എഴുതിയിട്ടുള്ളെങ്കിലും 4000 പേജ് എഴുതി പേരായിരുന്നു. അത് എഴുതും, കറക്റ്റ് ചെയ്യും അല്ലെ. തിസീസിലൊക്കെ പറയല്ലോ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, അത് പിന്നെ എഡിറ്റ് ചെയ്യുക, സെക്കൻഡ് ഡ്രാഫ്റ്റ് കൊടുക്കുക, അതിന്റെ ഇന്റേണൽ ഇവാലുവേഷന്, പിന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷന്. ഇതൊക്കെ നമ്മുടെ ഉലമാക്കൾ അവർ സ്വന്തമായി ചെയ്തിരുന്നതാണ്. തിസീസിന്റെ ഒരു പ്രൊസീജിയർ ഒന്നും ഇല്ലാത്ത കാലത്ത് ഉലമാക്കള് ഇതേപോലെ കിതാബ് രചിച്ചപ്പോ അവർ ചെയ്തിരുന്ന പ്രോസസ്സുകളാണ് ഇതൊക്കെ. അങ്ങനെ എഴുതി രചിച്ച് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടായിട്ടാണ് മൻഉൽ മവാദി പിന്നീട് രചിക്കുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു ഗ്രന്ഥരചന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പുസ്തകം ജമ്മു മദ്രസത്തിൽ ആമിദി വറാദി. നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഡിഗ്രിയിൽ ഫിഖ് പഠിച്ച കുട്ടികളൊക്കെ പഠിച്ചതായിരിക്കും. മദ്രസത്തുൽ റാസി മദ്രസത്തുൽ ആമിദി, റാസി ആമിദി സ്കൂൾസ്, 2 സ്കൂൾസ്. അപ്പൊ സാധാരണ നമുക്ക് 3 ത്വരീഖുകൾ പറയാറുണ്ട് ഉസൂൽ ഫിഖിൽ. ഒന്ന് ത്വരീഖത്തുൽ ഫുഖഹാ അല്ലെങ്കിൽ ത്വരീഖത്തുൽ അഹ്നാഫ്, മറ്റൊന്ന് ത്വരീഖത്തുൽ ജംഹൂർ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ശാഫിഈ, മറ്റൊന്ന് ത്വരീഖത്തുൽ ജംഇ ബൈനൽ ത്വരീഖത്തൈൻ. ഇങ്ങനെ 3 രീതിയാണ് കിതാബ് ഉസൂൽ ഫിഖിന്റെ നിര്യാണശാസ്ത്ര ഗ്രന്ഥരചനകളുടെ 3 രീതി. ഇതൊക്കെ ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് ചില ആൾക്കാർ ഷെയ്ഖ് അബൂ സഹർ അടക്കമുള്ള ഭൂരിപക്ഷം അടക്കമുള്ള ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആദ്യകാലത്ത് വന്ന പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞത് ജമ്മുൽ ജവാമി എന്താണ് ത്വരീഖത്ത് ബൈന ജമ്മു ബൈന ത്വരീഖത്ത്, രണ്ടിനെയും സന്നിവിശേഷിപ്പിച്ച ഒരു മെത്തഡോളജിയാണ് താജുദ്ദീൻ സുബ്കി സ്വീകരിക്കുന്നത് എന്ന അഭിപ്രായക്കാരാണ്. പക്ഷെ ഞാനതിനെ റദ്ദ് ചെയ്യുന്ന ആളാണ്. കാരണം താജുദ്ദീൻ സുബ്കിയുടെ ജമ്മുൽ ജവാമി ബൈളാവിയുടെ മിന്നാജിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. അറക്കുറ മിന്നാജിന്റെ ശൈലി തന്നെയാണ്. അതിന്റെ ഒരു ആർഗ്യുമെന്റേറ്റീവ് സ്ട്രക്ചർ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ അതിൽ അതുണ്ട്. റഫുൽ ഹാദിബിലാണെങ്കിൽ അതൊന്നും കൂടി, അല്ല മുഖ്തസറിലാണെങ്കിൽ ഇബ്നു ഹാജിബിന്റെ മുഖ്തസറാണെങ്കിൽ അതൊന്നും കൂടി ഉണ്ടെന്ന് മാത്രം. അപ്പോ ജമ്മുൽ ജവാമിയെ നമ്മൾ പറയുന്നത് മുത്തകല്ലിമി ശൈലിയിൽ വന്നതാണ്. പക്ഷെ ലോകത്തുള്ള അധിക പണ്ഡിതന്മാരും ഹിസ്റ്റോറിയൻസ് ഉസൂൽ ഫിഖിന് ഗ്രന്ഥം രചിച്ച എല്ലാവരും പറഞ്ഞത് അത് ത്വരീഖത്ത് അൽ ജംഉ ബൈന, കാരണം ജംഉൽ ജവാമി എന്നല്ലേ. പക്ഷെ ആ ജമ്മുൽ ജവാമിന്റെ അത്രയും പറഞ്ഞു ജമ്മുൽ ആളാ 100 കണക്കിനായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ജമ്മിലുണ്ട്. അതേപോലെ റാസി ഇമാമിന്റെയും ആമിദി ഇമാമിന്റെയും അഭിപ്രായങ്ങളെ സന്നിവിശേഷിപ്പിച്ചിട്ടുള്ളതാണ് പ്രത്യേകത. കാരണം റാസി ഇമാമും ആമിദി വന്നതോടെ റാസിന്റെ മഹ്സൂൽ അല്ലെ, അതേപോലെ ആമിദി ഇമാമുടെ ഇഹ്കാം ഇത് വന്നതോടെ പിന്നെ ഇവരെ ചുറ്റിപ്പറ്റിട്ടായിരുന്നു ഗ്രന്ഥരചനകളൊക്കെ. റാസി ഇമാമിന് അല്ല ഹാസിൽ അർമവികൾ എഴുതിയ ഹാസിൽ അതിന്റെ സംക്ഷിപ്തമായിട്ട് എഴുതി. പിന്നെ മിൻഹാജ് കാലി ബൈദായുടെ മിന്നാജിന് 60ഓളം ഷറഹുകളുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ലിറ്ററേച്ചറും ഒന്നെങ്കിൽ ബൈദാവിയുടെ റാസിയുടെ ശൈലി അല്ലെങ്കിൽ അത് ആമിദിയുടെ ശൈലി, ഇങ്ങനെ രണ്ടാമൊരു ശൈലിയിലായിരുന്നു അന്ന് എല്ലാവരും രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താജുദ്ദീൻ സുബ്കിയും തുടങ്ങിയപ്പോൾ എന്തായത് ആദ്യം കാലി ബൈദാവിയുടെ മിൻഹാജിനെ ഷറഹ് റഫ്ഉൽ ഹാജിബ് അൽ ഇബ്ഹാജ് ഫി ഷറഹിൽ മിൻഹാജ്,
അൽ ഇബ്ഹാദ് ഫി ശറഈ ഉണ്ടായി. കാരണം മുമ്പ് ആദ്യം പഠിച്ച കിതാബാണ്. അപ്പൊ ഈ ഷറഹ് അത് ഷറഹ് നമ്മളെ പ്രായമാണ് 20കളിലാണ്, 23 വയസ്സൊക്കെ ആകുമ്പോഴാണ് താജുദ്ദീൻ സുബ്കി ഉസൂലുൽ ഫിഖിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായ മിൻഹാജിന് 3 വാല്യങ്ങൾ വരുന്ന അൽ ഇബ്ഹാജ് എന്ന കിതാബ് എഴുതുന്നത്. പിന്നീട് അദ്ദേഹം എന്ത് എഴുതുന്നുണ്ട്? റഫ്ഉൽ ഹാജിബ് 30 വയസ്സിൽ പൂർത്തിയാകുമ്പോൾ തന്നെ റഫ്ഉൽ ഹാജിബ് എഴുതുന്നുണ്ട്. അഗൈൻ 3 വാല്യം വരുന്ന മുഖ്തസർ ഇബ്ൻ ഹാജിബിന്റെ മാലിക്കിയായ ഇബ്ൻ ഹാജിബിന്റെ മുഖ്തസറിനെ ശറഹ് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു താരീഖാണ് ഉസൂൽ ഫിഖ് എങ്ങനെ എഴുതുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് 30 വയസ്സായപ്പോൾ തന്നെ എഴുതുന്നത് ജംഉൽ ജവാമി എഴുതുന്നത്. അല്ലെ? അങ്ങനെയാണ് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ. നമുക്കൊന്നും അത് സ്വന്തം കാണാൻ പോലും സാധിക്കില്ല. ആ കിതാബുകളൊക്കെ വായിക്കാനൊന്നും നമുക്ക് കഴിയുന്നില്ല. അവരൊക്കെ അത് രചിക്കുകയായിരുന്നു. പിന്നെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ജമ്മിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താണ്? ഈ നോളജ് പ്രിസർവേഷൻ. അന്നുണ്ടായിരുന്ന ഇൽമുകളെ പ്രിസർവ് ചെയ്യാനുള്ളത്. കാരണം ജമ്മില് മൂപ്പുള്ള അധ്യാപകരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ദാബിന്റെ അഭിപ്രായം വരുന്നുണ്ട്, ഷേഖുൽ ഇമാം വാലിദുൽ മുസന്നിഫിന്റെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, സഫിയുദ്ദീൻ ഹിന്ദിയുടെ അഭിപ്രായം വരുന്നുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അന്നുള്ള ആളുകളുടെ ലൈവായ ഒപ്പീനിയൻസ്, ചൂട് പോരാട്ടം എന്നൊക്കെ പറഞ്ഞ മാതിരി ചൂടുള്ള സോൽപ്പിക്ക് അന്നുള്ള ഡിസ്കഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആര് കൊടുക്കുന്നത്? താജുദ്ദീൻ സുബ്കി കൊടുക്കുന്നത്. മൻഉൽ മവാനി പറയുന്നുണ്ട്, ഞാൻ ഈ രീതിയിൽ ജംഉൽ ജവാമി എഴുതിയപ്പോൾ, ഞാനത് പബ്ലിഷ് ചെയ്തപ്പോൾ, പിന്നെ ഒരു സദസ്സുകളും ഈജിപ്തിലോ ദിമിഷ്കിലൊന്നും ഒരു സദസ്സിൽ 4 ആൾ കൂടിയാൽ അവിടെ സംസാര വിഷയം എന്താണ്? എന്റെ ജംഉൽ ജവാമിയാണ് എന്ന അഭിമാനപൂർവ്വം പിന്നീട് മൻഉൽ മവാനി എഴുതുമ്പോൾ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ഓർക്കുന്നുണ്ട്. കല്യാണ സദസ്സാണെങ്കിലും ഏത് സദസ്സാണെങ്കിലും 4 ആളുകൾ കൂടാണെങ്കിൽ അവിടെ ആളുകൾ ജംഉൽ ജവാമി കണ്ടോ എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഈ മുഖ്തസറാത്തിന്റെ മൊത്തത്തിലുള്ള നിങ്ങളൊക്കെ അറിയുന്നത് പോലെ ജുവൈനി ഇമാമും എല്ലാവരും ഉള്ളത് ഹിഫ്ള്. ജംഉൽ ജവാമിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് മുഖ്തസർ എല്ലാം കൊണ്ട് ജാമ്യമാനിയായ ഒരു മുഖ്തസറാണ്. അതുകൊണ്ട് അത് കാണാതെ പഠിച്ചോ. അല്ലെ? മുത്തൂനുകൾ പഠിക്കുക എന്നുള്ളത് എന്താണ്? ഒരു ശൈലിയായിരുന്നു. 40 ഡിഗ്രി സിലബസിന്റെ ഇത് വന്നപ്പോ ഇക്കടക്കുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് ഈ മുത്തൂൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് മാറി. അതെങ്ങനെയാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് നമുക്കറിയില്ല. പക്ഷെ എന്താണ്? മുത്തൂൻ പഠിക്കുക, മുത്തൂൻ ബേസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു ശൈലിയാണ്. ആധികാരികത കിട്ടാൻ, ഫോക്കസ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. ഈ മുത്തൂൻ പഠിച്ചപ്പോൾ പഠിക്കാൻ കഴിയാറ്റാണ് ഷുറൂ വന്നത്. ആ ഷുറൂവും പഠിച്ചപ്പോൾ നിൽക്കാറ്റാണ് പിന്നെ അത് തിരിച്ചിട്ടാണ് ഹാഷ്യ വന്നത്. ഇതൊക്കെ പാട് വന്നപ്പോ ഒന്നും തിരിയാതാവുമ്പോ നമ്മൾ വീണ്ടും റിട്ടേൺ എടുക്കുന്ന പോകാം. മുത്തുവരലിൽ തന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഹിഫ്ള് പഠിക്കാൻ പറ്റില്ല, കാണാൻ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനത നമുക്കൊക്കെ പാഠമായ ഒരു കാര്യമാണ്. നമ്മൾ തഖ്ലീദിന്റെ കാലഘട്ടമാണ് ഇതൊക്കെ. എന്നാൽ ഇവിടെയുള്ള മുസന്നിഫുമാർക്ക്, അത് ഉസൂലിലാവട്ടെ ഫുറൂലാവട്ടെ, ഏത് കാലത്ത് വന്ന മുസന്നിഫിനും ഇജ്തിഹാദ് ഇല്ല, അല്ലെങ്കിൽ ഇജ്തിഹാദിന്റെ കാലമല്ല, തഖ്ലീദിന്റെ കാലമാണ് എന്നുള്ളത് അവർക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് വിഘാതമായിട്ടില്ല. അവർക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു മെത്തഡോളജി ആയിട്ടുള്ളൂ. മദ്ഹബുകള് അവർക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു മെത്തഡോളജി ആയിരുന്നു. ഇന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ അഭിപ്രായങ്ങൾ ഒന്നും പറയാൻ പാടില്ല എന്ന രീതിയിലായിരുന്നില്ല. ഗവേഷണം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നില്ല. നമ്മളെ മഖ്ദൂമിന്റെ ഫത്വൽ മീൻ എടുത്തു നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി താജുദ്ദീൻ സുബ്കിയുടെ ജംഉൽ ജവാമി എടുത്തു നോക്കുകയാണെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് അത് ഇവിടുന്ന് പറയാൻ നോക്കാം പിന്നീട്. പിന്നെ അതേപോലെ അതിന്റെ കണ്ടന്റ് ഉസൂൽ ഫിഖ് ഉണ്ട്, ഉസൂലുദ്ദീൻ ഉണ്ട്, തസവ്വുഫ് ഉണ്ട്. നേരത്തെ ആർക്കിടെക്ചറൽ സുന്നി സ്കോളർ, ഒരു ട്രഡീഷണൽ സുന്നി സ്കോളർ. അപ്പൊ ജമ്മൽ പഠിക്കുമ്പോൾ ട്രഡീഷണൽ സുന്നി സ്കോളർ ഉണ്ടാക്കാവുന്ന ഈ 3 ഡിസിപ്ലിനുകളും, കാരണം ഉസൂലുദ്ദീനിന്റെ നല്ലൊരു ഡിസിപ്ലിനാണ്. അത് മാത്രം ഷറഹുണ്ട്. തസവ്വുഫ് ലാസ്റ്റ് 2 പേജേ ഉള്ളൂ. അത് ഓതാതെ നമ്മൾ ജമ്മു ഓതിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജമ്മിന്റെ തസവ്വുഫ് ഭാഗം അതേപോലെ ഉസൂലുദ്ദീൻ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട്, കാരണം 2 പേജേ ഉള്ളൂ. അത് പഠിച്ചാൽ ഉസൂലുദ്ദീൻ മുഴുവനായി, അത് പഠിച്ചാൽ തസവ്വുഫിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഫുള്ളായി. അതുപോലെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ ജംഇന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നതാണ് അൽ വാലിദു മിൻ സുഹായി മുസന്നഫ്. 100 കിതാബുകള് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ? 100 കിതാബുകൾ. അപ്പൊ പ്രൊപ്പോസലിൽ എത്ര 25 പുസ്തകങ്ങൾ സൈറ്റ് ചെയ്യണമെന്നാണ് പ്രൊപ്പോസലുള്ള മാനദണ്ഡം തോന്നുന്നത്. ഡിസീസ് ആകുമ്പോൾ അത് 100 ആകണമെന്നുള്ളതാണ്. കാരണം ജംഉൽ ജവാമി 40 പേജ് എഴുതിയപ്പോൾ 100 കിതാബുകൾ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മിലൊരു കിതാബിന്റെ പേര് പറഞ്ഞില്ല, ജമ്മിന്റെ മെത്തഡോളജി പേരാണ്. പക്ഷെ റഫ്ഉൽ ഹാജിബിന്റെ തുടക്കത്തിൽ താജുദ്ദീൻ സുബ്കി
ഒരു 10-60-ലധികം കിതാബുകളുടെ പേരുകൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ നിങ്ങൾക്ക് കിതാബ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഓതാൻ പറ്റുന്ന ഒരു മേഖലയാണ് റഫുൽ ഹാലിബ്. റഫുൽ ഹാലിബിന്റെ തുടക്കത്തിൽ മുഖദ്ദിമയില് അദ്ദേഹം തന്നെ സോഴ്സുകൾ അനാലിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കിതാബുകൾ അങ്ങനെ താജുസുബിക്ക് ഇങ്ങനെ പറയണത് കേട്ടത് അതിന്റെ ഒരു ആനന്ദം ആ കിതാബുകളൊക്കെ ഓതുമ്പോഴുള്ള വാക്കില്ലാനിയുടെ അൽ-ഇർഷാദ് വത്തഖരീർ, സംഹാനിയുടെ ഖവാതിഉൽ അദില്ല തുടങ്ങിയ കിതാബുകൾ അതിന്റെ മനോഹാരിത ഒക്കെ താജുസുബിക്ക് മനോഹരമായ വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. അപ്പൊ കിതാബ് താല്പര്യമുള്ള ആളുകളോട് ഒരു കിതാബ് അനാലിസിസ്, ഉസൂൽ ഫിഖിന്റെ ഒക്കെ കിതാബുകൾ അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് റഫുൽ ഹാലിബിന്റെ തുടക്ക ഭാഗം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ 4 മദ്ഹബുകളുണ്ട് എന്നതല്ല, അതിനപ്പുറം അന്ന് റെലവന്റ് ആയിരുന്ന സെക്റ്റുകൾ മുഅ്തസിലടക്കം അല്ലെ, മുഅ്തസിലടക്കം അതും തന്നെ ഒരു ട്രഡീഷണൽ ഇസ്ലാമിന്റെ ഒരു മെത്തഡോളജിയാണ്. അപ്പോ കേരളത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താണ് ഐസൊലേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ആൾക്കാരൊക്കെ മാറ്റി നിർത്തുക എന്നൊരു രീതിയാണ് പലപ്പോഴും നമ്മൾ ട്രഡീഷണലിസത്തിന്റെ രീതി ശാസ്ത്രം അതല്ല അല്ലെ. നമുക്ക് എന്തൊക്കെ എടുത്തു നോക്കാം, നേരത്തെയുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെയായിരുന്നു, ഒരു എൻഗേജിങ് ആയിരുന്നു. മറ്റുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെതിരെ വേറെ കിതാബ് എഴുതുക. ഇപ്പോ അബു മൻസൂർ മാതുരീദിയുടെ ഒക്കെ ഒരു ഹിസ്റ്ററി വായിക്കുമ്പോൾ നമുക്ക് കാബി മാതുരീദി എന്നുണ്ട്. കാബിന്റെ എല്ലാ കിതാബുകൾക്കും റദ്ദുണ്ട് അല്ലെ. റദ്ദുൽ കിതാബുൽ ജദ്ദിൽ കാബി അത് മാതുരീദി. അത് കാബിയായിരുന്നു ബൽഖിൽ വന്നിട്ടുള്ള വലിയൊരു അധികായകനായിരുന്നു, മുഅ്തസിലി മെയിൻ ഫിഗർ ആയിരുന്നു കാബി. അപ്പൊ മാതുരീദി വരുമ്പോൾ ചെയ്യുന്നത് എന്താണ്, കാബിയുടെ ഓരോ കിതാബുകൾ എടുത്തിട്ട് അതിനെ റദ്ദ് ചെയ്യണം, എങ്ങനെ രചിക്കാണ് എന്നല്ലാതെ ഓരോരുത്തരും ഇയാള് മറ്റേതാണ്, ഇത് സുഹാബിയാണ്, മറ്റേത് വഹാബിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പെയിന്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്ന രീതിയായിരുന്നു നമ്മുടെ ഉലമാത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് എന്താണ്, വളരെ കൃത്യമായിട്ട് അതിനോട് എൻഗേജ് ചെയ്യുക, സ്കോളസ്റ്റിക് ആയിട്ട് അല്ലെ. ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് മാറി വെക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായിട്ടാണ്. നമ്മുടെ അഭിപ്രായങ്ങളാണ് ശരിയെന്നും അതിനെ ലോജിക്കലി ആധികാരികമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ധൈര്യമില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പെയിന്റിങ് നടക്കുന്നത്. അങ്ങനെയല്ല നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തിരുന്നത്, അവർ എൻഗേജിങ് ആയിരുന്നു. ഇപ്പൊ താജുദ്ദീൻ സ്പീക്കറുടെ ജംഉൽ ജവാമിയിൽ എന്താണ്, ഇപ്പോ ഉസ്മാനുൽ ബത്തിയുടെ അഭിപ്രായം അല്ലെ, ഉസ്മാനുൽ ബത്തിയുടെ ഒക്കെ അഭിപ്രായം പറയുന്നത് അബൂ ഹനീഫാമിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള ഒരു മുഅ്തസിലി ചായ്വുള്ള ബിദ്അത്താണ്, ശക്തമായ ബിദ്അത്തുള്ള പണ്ഡിതന്മാരാണ്, ഹദീസിലൊക്കെ പറയുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയെടുത്ത് ഇത് തഹ്ഖീഖ് ചെയ്ത ദാഗിസ്ഥാനിലെ മുഫ്തി ആയിരുന്നു തഹ്ഖീഖ് ചെയ്തത് രീതിയിൽ സ്റ്റാൻഡേർഡ് തഹ്ഖീഖ്. അപ്പൊ അദ്ദേഹം അവിടെ ഫുട്ബോളിട്ട് പറയുന്നുണ്ട്, ഉസ്മാൻ ബത്തിനെ പോലത്തെ ആളുകളുടെ അഭിപ്രായം ഒന്നും വെറുതെ ഗംഭീരം പോലത്തെ കിതാബില് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവര് മരിക്കുന്നതോടത്തോളം അവരുടെ അഭിപ്രായം കൂടി മരിക്കാൻ വേണ്ടിയിട്ട് ദയാവധത്തിന് വിടണമായിരുന്നു എന്ന് അദ്ദേഹം കണ്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ ട്രഡീഷണൽ സ്കൂളിൽ അതായത് അപ്രോച്ച് അഭിപ്രായം ഉണ്ടായാൽ അതിനോട് എൻഗേജ് ചെയ്യുക, അതിനോട് റെസ്പോൺസ് ചെയ്യുക എന്ന രീതിയിലായിരുന്നു അവര് ഇതിനോട് ഇടപെട്ടിരുന്നത്. ഇപ്പോ നമ്മുടെ ഉസൂൽ ഫിഖിന്റെ കിതാബിലൊക്കെ ധാരാളം വരും, അടുത്ത കൂടി ഡിസ്കസ് ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ 2 കിതാബ്, ഞാൻ പറഞ്ഞ 3 വാള്യങ്ങളുള്ള 2 കിതാബ്. ഈ 2 കിതാബിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈ 40 പേജിൽ നിന്ന് കിട്ടാമെന്ന് ആരും പറയുന്നുണ്ട്, താജുദ്ദീൻ സുബ്ക്കി റഹിമഹുള്ള പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ് ജംഉൽ ജവാമിന്റെ പേരുള്ള ഷറഹുകൾ, ഇപ്പൊ ജംഉൽ ജവാമി 100-ലധികം സോഴ്സുകൾ സൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നത്തെ പോലെ കേട്ടോ, ഇപ്പൊ മക്തബ് ഷാമിൽ എടുത്ത് സൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എടുത്ത് സൈറ്റ് ചെയ്യണം, ആരെയും കേട്ടോ. അന്ന് സൈറ്റ് ചെയ്യുന്നത് മാനുസ്ക്രിപ്റ്റ് ആണ്. താജുദ്ദീൻ സുബ്കിക്ക് വാപ്പാന്റെ ഫാമിലി മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതാണ്. വാപ്പാലൊക്കെ കാദിമാരായിരുന്നു, കാദി ഹൗസിലൊക്കെ ഉണ്ടാവും മാനുസ്ക്രിപ്റ്റ് ഉണ്ടാവും, മാനുസ്ക്രിപ്റ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈജിപ്തിലും മിസറിലും ഒക്കെ മാനുസ്ക്രിപ്റ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഡാറ്റാ കളക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കിതാബ് എഴുതുന്നത്. ഏതെങ്കിലും കിതാബ് നോക്കി എഴുതണ്ട, വളരെ കോംപ്രഹെൻസീവ് ആയിട്ട്. അതുകൊണ്ടാണ് താജുദ്ദീൻ സുബ്ക്കി എൻഡ് ഓഫ് ദ കിതാബിൽ പറയുന്നുണ്ട്, ഈ കിതാബിൽ ഒരു കാര്യം കണ്ടാൽ അതാണ് ശരി എന്ന് ഉറപ്പിച്ചോളി. പ്രത്യേകിച്ച് എന്റെ മുമ്പ് വന്ന ആൾക്കാർക്ക് മഷൂറായ ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ജമ്മനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ജമ്മത്തിൽ സ്വീകരിച്ചോളി. കാരണം ഞാൻ അത് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് മഹ്തൂത്ത് നോക്കിയിട്ടാണ് ഞാൻ എന്തായിട്ടുള്ളത് ജംഉൽ ജവാമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെസനാണ്. ഇപ്പൊ കിതാബ് നോക്കുകയാണെങ്കിൽ പോലും ബ്ലൈൻഡ് ഇമിറ്റേഷൻ അല്ല, ക്രിറ്റിക്കൽ എൻഗേജ്മെന്റ് ആണ്. അത് ജംഉൽ ജവാമി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഷാലിഹ്യങ്ങൾ വിട്ടിട്ടുണ്ടോ? താജുദ്ദീൻ സുബ്കിയില്ല. ഇൻകലബ് അൽ മുസന്നിഫ് സാഹിബ്
ഇത് പറഞ്ഞ ശരിയായിട്ടില്ല. ധാരാളം പറ്റിപ്പോയതിരിക്കാരെന്ന് ആര് പറയുന്നുണ്ട്? മഹല്ലിമാമ് പറയുന്നുണ്ട്, സർക്കഷി മാമ് ചിലതൊക്കെ എന്താവുന്നുണ്ട്, ലുബ്ബുൽ ഉസൂലില് ഈ ജമ്മിന്റെ ശൈലിയിൽ നിന്ന് മാറ്റിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ലുബ്ബുൽ ഉസൂൽ ജമ്മ മുഖ്തസറാക്കാൻ പറ്റൂല എന്ന് വെല്ലുവിളിയൊക്കെ ആര് നടത്തുന്നുണ്ട്? ജമ്മു ജവാബിന് എടുക്കുന്നത് നടത്തുന്നുണ്ട്. പക്ഷെ സക്കരിയ അൻസാരി ജമ്മിന് ശർഹ് എഴുതി, ഹാഷിയ എഴുതി, എന്നിട്ട് എന്തും ചെയ്തു? ഇഖ്തിസാറും ചെയ്തു, ലുബ്ബുൽ ഉസൂല് അതിനെന്തും ചെയ്തു? ശർഹും ചെയ്തു. അല്ലെ? ഒക്കെ പറയാം. 4-5 വർക്ക് സക്കരിയ അൻസാരിക്ക് ജമ്മുൽ ജവാമിയയില് ഉണ്ട്. അതേപോലെ ജമ്മുൽ ജവാമി ഏറ്റവും കൂടുതൽ കാലം സിലബസിന്റെ ഭാഗമായി നിന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോ കുതിരിബൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ദറാസ്, അബ്ദുള്ള ദറാസ്, മുവാഫക്ക ഷാത്തിബിയുടെ മുവാഫക്കാത്ത് തഹ്കീഖ് ചെയ്യുന്ന ആളാണ് അബ്ദുള്ള ദറാസ്. ഈജിപ്തിലുള്ള പണ്ഡിതനാണ്, മുഹമ്മദ് അബൂദൂന്റെ ശിഷ്യനാണ്. അബ്ദുള്ള ദറാസ് മുവാഫക്കാത്ത് തഹ്കീഖ് ചെയ്യുമ്പോൾ പരിതപിക്കുന്നുണ്ട്. ജമ്മിനെ പോലത്തെ കിതാബ്, ആർക്കും വേണ്ടാത്ത കിതാബൊക്കെ എത്രങ്ങാനും കോപ്പി ചെയ്തിരുന്നത്, എത്രങ്ങാനും ആൾക്കാരെ ഷറഹ് ചെയ്തിരുന്നത്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുവാഫക്കാത്ത് എന്ന് പറയും കണ്ട ഭാഗം പോലും നടിച്ചില്ലല്ലോ എന്ന് പരിതപിക്കുന്നുണ്ട്. ആര്? അബ്ദുള്ള ദറാസ്. ദറാസ് പറയുന്നത് ജമ്മുൽ ജവാമി എന്ന് പറഞ്ഞാല് ഏറ്റവും പഠിക്കാൻ, വായിക്കാൻ, മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസവും എന്നാൽ എന്താണ് അഖല്ലു ഫായിദത്തൻ, ഒരു ഉപകാരമില്ലാത്ത കിതാബ് എന്നാണ് അബ്ദുല്ലാഹി ദറാസ് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തുടക്കം എന്ന് കുറെ ആളുകൾ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ജമ്മൊക്കെ കുറെ കീലാവക്കാൽ, ഇത് കുറെ കീല 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 എന്നല്ലാതെ എന്താ ജമ്മൂലിയ കിട്ടാനുള്ളത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. മെത്തഡോളജി മനസ്സിലാക്കാത്തതിന്റെ ഒരു പരിമിതിയാണ് എന്നതാണ് അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ജമ്മിന്റെ ഒരു നാൾ വഴികൾ പറയുമ്പോൾ അല്ലെ, ജമ്മൂദാണെങ്കിൽ ഉസൂൽ ഫിഖിന്റെ നാൾ വഴികൾ മനസ്സിലാക്കാൻ പറ്റുന്ന കിതാബാണ് ജമ്മ്. ജമ്മിന്റെ നാൾ വഴികൾ പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ റിസാലത്തുൽ ഷാഫിയിൽ നിന്ന് തുടങ്ങിയ ഉസൂൽ ഫിഖിന്റെ ജയിക്കയാത്ര, റിസാലയാണോ പ്രഥമ കിതാബ് എന്നുള്ളത് ഇന്നും ഡിബേറ്റബിൾ ആയ ഇഷ്യൂ ആണ്. ഫഖറുദ്ദീൻ റാസിയും ബൈഹഖിയും തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ മനാഖിബ് ഷാഫി ധാരാളം പണ്ഡിതന്മാർ മനാഖിബ് ഷാഫി ചെയ്തിട്ടുണ്ട്. ധാരാളം ബൈഹഖി അടക്കമുള്ള ഇഷ്ടംപോലെ പണ്ഡിതന്മാർ ദാവൂദ് വാഹിരി ഇറക്കിയിരുന്നു മനാഖിബ് ഷാഫി. ദാവൂദ് വാഹിരി മദബിന്റെ ഷാഫിയായിരുന്നു. മൂപ്പര് പിന്നെ ലാഹിരിയായി. ആ മൂപ്പര് ഷാഫി ഇമാമിന്റെ പ്രത്യേകതയെ കുറിച്ച് എന്താണ് മനാഖിബിനെ കുറിച്ച് കിതാബ് എഴുതിയ ആളാണ് ദാവൂദ് ലാഹിരി. എന്നിട്ട് ലാസ്റ്റ് മൂപ്പര് ലാഹിരി ആകുമ്പോ പറയുന്നുണ്ട്, ഞാൻ ഷാഫി ഇമാമിന്റെ റദ്ദുൽ ഇസ്തിഹ്സാൻ വായിച്ചപ്പോൾ റദ്ദുൽ ഖിയാസിനും കൂടെ തപ്പിക്കബിളാണെന്ന് തോന്നിയിട്ടാണ് ഷാഫി ആയിട്ടാണ് ഞാൻ എന്താണത് ലാഹിരി ആകുന്നത് എന്ന് ദാവൂദ് ലാഹിരി പറയുന്നുണ്ട്. താജുദ്ദീൻ സുബ്ഹി തബക്കാത്തിന്റെ തുടക്കത്തിൽ ഷാഫി ഇമാമിന്റെ തബക്കാത്തല്ല പറയുന്നത് ഷാഫിയുടെ ആദ്യത്തെ ആള് ഇമാം ഷാഫിയാണ്. അപ്പോ തബക്കാത്തിൽ ഷാഫി ഇമാമിന്റെ കുറച്ചിങ്ങനെ പറഞ്ഞിട്ട് ഷാഫി ഇമാമിനെ കുറിച്ചൊന്നും എന്തില്ല പറയാൻ ബാക്കി വെച്ചിട്ടില്ല. ഇഷ്ടംപോലെ ആൾക്കാർ മനാഖിബ് വേദിയിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പറയാൻ ബാക്കിയില്ല. അത്രയും ചർവണം ചെയ്ത ഒരു കിതാബാണ്, വ്യക്തിത്വമാണ് ആരെ ഷാഫി ഇമാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ റഹബിനോട് ഒരു കമന്റും കൂടി ഉണ്ട്. റഹബി സീറോ അലാമിന് മുലായി എഴുതുമ്പോ എന്താണ് അതിന് താല്പര്യം ശ്രമിക്കുന്ന കംപ്ലൈന്റ് ആയിരുന്നു. റഹബി സീറോ അലാമിന് മുലായി എഴുതുമ്പോ ഷാഫികൾ അശ്വരികളൊക്കെ വരികയാണെങ്കിൽ ഒക്കെ മാറൂഫാണെന്ന് പറഞ്ഞാൽ മുമ്പ് എസ്കേപ്പ് ആയി പോകും, തോന്നുന്നു വിശദീകരിക്കൂല. ജുവൈനി, ബാക്കില്ലാനി തുടങ്ങിയ അധികായകരൊക്കെ പറയുമ്പോ താരീഖ് മാറൂഫാണ് എന്ന് പറഞ്ഞ ഒറ്റപ്പോക്ക് അടുത്ത ആളിലേക്ക് പോകും. അതുപോലെ ഹംബലി വരികയാണെങ്കിൽ 2 പേര് വിന്യസിക്കും എന്ന് ആദ്യം കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. താരിഖിന്റെ സുബിക്ക് റഹബിനോട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ റഹബി ചെയ്ത പോലെ ചെയ്യണം കേട്ടോ, ഷാഫി ഇമാം ഒറിജിനൽ എന്താണ് പറയാനൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ വരാത്തതാണ് എന്ന് അവിടെ ഒന്നും കൂടി താജിദ്ദീൻ സുബ്ഹി റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട്. തൊബക്കാത്തിന്റെ ഇതൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് ഉസൂലിന്റെയും ഈ ഉലമാക്കളുടെയൊക്കെ എക്സ്ചേഞ്ചിന്റെ ഒക്കെ ഒരു രസം നമുക്ക് അനുഭവിക്കാനാവുക. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ 4-5 നൂറ്റാണ്ടായി വന്നപ്പോ ഉസൂലുൽ ഫിഖിന്റെ പ്രധാന കിതാബുകളായിട്ട് ഇബ്നു ഖൽദൂനാവട്ടെ മറ്റു സർക്കഷി ഇമാം തന്റെ ബഹറുൽ മുഹീത്തിന്റെ ആമുഖത്തിലൊക്കെ പറയുന്നത് 4 കിതാബുകൾ ഉയർത്തുന്നു വന്നതാണ്. ഈ 4 കിതാബിന്റെ രസം 2 കിതാബ് അശ്അരി ഷാഫികൾക്കാണ്. ജുവൈനിയുടെ ബുർഹാൻ, അതേപോലെ ഇമാം അൽ ഗസാലിയുടെ മുസ്തഫ. അതിന്റെ ഒപ്പം പറയപ്പെടുന്ന കിതാബ് ഏതാണ്? മുഅ്തസിലികളുടെ ഉമ്മദ് മുഅ്തസിലാണ്. ഖാലി അബ്ദുൽ ജബ്ബാർ. ഖാലി അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞാല് മുഅ്തസിലിന്റെ കൊട്ടയാണ്. ഖാലി ബാക്കില്ലാതെ ഖാലി അബ്ദുൽ ജബ്ബാർ 2 ദന്തങ്ങളായിരുന്നു. അൽ ഖാലി എന്ന് നമ്മൾ പറഞ്ഞാല് ഖാലി ബാക്കില്ലാതെയാണ്. അൽ ഖാലി എന്ന് മുഅ്തസില പറഞ്ഞാല് ഖാലി അബ്ദുൽ ജബ്ബാറാണ്. അവരിതേപോലെ ഖാലി സുന്ന നിങ്ങൾക്ക് സർക്കഷിയുടെ ബഹറുൽ മുഹീത്തിൽ അദ്ദേഹം ഉസൂൽ ഫിഖിന്റെ 4 വഴികൾ പറയുന്നുണ്ട്. എന്താണ് സുമ്മ അൽ ഖാലിയാനി ഖാലി സുന്നത്തി ഖാലി മുഅ്തസില. അവർ എന്താണ് വന്നിട്ടാണ് ഉസൂൽ ഫിഖിന്റെ പ്രമേയങ്ങളൊക്കെ വികസിപ്പിക്കുന്നത് എന്ന്
സർക്കശി ഇമാമ് തന്റെ ബഹറുൽ മുഹീത്തില് പറയുന്നുണ്ട്. അൽ ബഹറുൽ മുഹീത്ത് താജുദ്ദീൻ സുബ്കി 40 പേജിൽ എഴുതിയത് സർക്കശി ഇമാം 8 വാള്യത്തിലാണ് എഴുതിയത്. 8 വാള്യം അൽ ബഹറുൽ മുഹീത്ത്. അത് പിന്നീട് ഷൗക്കാനിയുടെ ഇർഷാദുൽ ഫുഹൂൽ, അത് വേറെ അഭിപ്രായപ്പെട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഓതുമ്പോ നമ്മൾ ഓരോ കൃത്യമായിട്ട് തോന്നും സർക്കഷിന്റെ ബഹറുൽ മുഹീത്തിന്റെ ഒരു മുഖ്തസറാണ് ഇർഷാദുൽ ഫുഹൂൽ. ഷൗക്കാനിയുടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്കോളറാണ് ഷൗക്കാനി കുച്ചിച്ചേത എന്ന് പറയപ്പെടുന്ന ആളാണ്. ഞാനിന്റെ ഒരു തിസീസിലാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ആർഗ്യുമെന്റ് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഷൗക്കാനി കുച്ചിച്ചേത എന്നാണ് പറയുന്നത്. എന്റെ ഉസൂൽ ഫിഖിലൊക്കെ റിഫോം ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബ് ഇൻഫാക്ട് എന്താണ് ബഹറുൽ മുഹീത്തിന്റെ ഒരു സമ്മറി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം അവർ പോയി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റൂല. അപ്പൊ ഇതിന്റെ രസം എന്ന് പറയുമ്പോൾ മഹ്സൂലില് ചിലയിടത്തൊക്കെ എന്താണ് മുസ്തഫയുടെ 2 പേജൊക്കെ മഹ്സൂൽ അവിടെ വരുന്നതാണ്. ചിലപ്പോ ഖാദി അബ്ദുൽ ജബ്ബാറിന്റെ കിതാബിൽ നിന്ന് 1-2 പേജൊക്കെ മഹ്സൂൽ വരുന്നതാണ്. ഇതിന് അൽ ഹാസിലിന്റെ മുഖദ്ദിമയിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണ്ടേ? റാസിക്ക് എന്തായിരുന്നു ഇതൊക്കെ കാണാപാടായിരുന്നു. അവ ചിലപ്പോൾ തുടങ്ങിയാൽ മുപ്പര് കിതാബിങ്ങനെ എഴുതുന്നത്. പക്ഷെ ഇതൊക്കെ കാണാപാടായതുകൊണ്ട് നിങ്ങള് തുടങ്ങുമ്പോ ചിലപ്പോ മുസ്തഫ വൈകും, ചിലപ്പോ ഉമദെന്ന് വൈകും. അത് കുറ്റം കോപ്പി പേസ്റ്റ് അല്ല, പ്ലാജറിസത്തിന്റെ അക്യൂസേഷൻ എന്നൊരു പറയാൻ പറ്റില്ല. മൂപ്പര് എഴുതിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വന്നതാണ് എന്നാണ് അൽ അർമവി ഇതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് റാസി ഇമാമിന്റെ മഹ്സൂലിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്താണ്? ഈ 4 കിതാബാണ്. 2 മുഅ്തസിലയുടെ കിതാബാണ്, 2 ഷാഫി അശ്വരികളുടെ. മുഅ്തസിലികളും ഷാഫികളായിരുന്നു. അവര് മദ്ഹബിന് ഷാഫിയായിരുന്നു. നമ്മള് ഇവിടെയൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ദൈവബന്ധികൾ മദ്ഹബിന് എന്താണ്? ഹനഫിയാണ്. ഈത്തിഖാദിന് മാറ്റമുണ്ട് അല്ലെ? മദ്ഹബിന് ഹനഫിയാണ്. ഇതേപോലെ മുഅ്തസിലികള് എന്തായിരുന്നു? ഷാഫിയായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മുടെ ഉസ്കൂൽ ഫിഖിന്റെ കിതാബിൽ അവരുടെ എൻഗേജ് ചെയ്യുന്നത്. കാരണം ഷാഫിന്റെ കിതാബ് എടുത്ത് നോക്കുമ്പോൾ ചിലയിടത്ത് പോയി കാണാം മുഅ്തസിലി അശീകാരാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് അവർക്ക് റെഫ്യൂട്ടേഷൻ അവിടെ കാണാം, നമ്മുടെ ഉസ്കൂൽ ഫിഖിന്റെ കിതാബിൽ കാണാം. അതുകൊണ്ടാണ് അവരുടെ കിതാബുകളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതിനെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്നത്. ഒബ്ജക്ടിവിറ്റി, വിഷയാധിഷ്ഠിത രീതിശാസ്ത്രം. ഇത് അബുൽ ഹസൻ അൽ അശ്അരിയുടെ മഖാലാത്തുൽ ഇസ്ലാമിയ്യൻ ഉണ്ട്. മഖാലാത്തുൽ ഇസ്ലാമിയ്യൻ അശ്അരി ഇമാമാണ്. അശ്അരി ഇമാമ് മഖാലാത്തുൽ ഇസ്ലാമിയ്യൻ എഴുതുമ്പോൾ പോലും ഒരു വരി കൊണ്ട് ഒരാളെ നോവിക്കണില്ല. ആദർശധീരതയുടെ അപ്പോസ്തലനല്ലപ്പോ അബുൽ ഹസൻ അശ്അരി പ്രലിപി ആദർശം നമുക്ക് പറഞ്ഞത്. മൂപ്പരുടെ മഖാലാത്തുൽ ഇസ്ലാമിയ്യനില് മുബ്തദികളുടെ ആശയങ്ങൾ പറയുമ്പോൾ എന്താക്കണില്ല, റദ്ദുകളില്ല. കാരണം മഖാലാത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? അവരുടെ അഭിപ്രായങ്ങൾ മഖാലത്ത് എഴുതാണ്. അപ്പൊ അവരെന്താണോ പറഞ്ഞത് അത് എഴുതി. അവസാനത്തെ 2 പേജിൽ നമ്മുടെ ആശയം എന്താണ് ഒരു മുജുമലായിട്ട് പറഞ്ഞു പോയി. അങ്ങനെയാണ് അബുൽ ഹസൻ അശ്അരി മഖാലാത്തുൽ ഇസ്ലാമിയ്യൻ ചെയ്യുന്നത്. അതിന്റെ റദ്ദുകൾ മറ്റു കിതാബുകളുണ്ട്. പക്ഷെ ഓരോ കിതാബിനും ഓരോ ഫംഗ്ഷൻ അല്ലെ? ആ ഫംഗ്ഷൻ അനുസരിച്ച് ആധികാരികത, ഒബ്ജക്ടിവിറ്റി എന്നുള്ളത് നമ്മുടെ ഉലമാക്കളുടെ രീതിശാസ്ത്രമായിരുന്നു. നമ്മൾ ഈ കാണുന്ന നിലപാടുകൾ മാത്രമല്ല ട്രഡീഷണലിസം എന്ന് പറഞ്ഞാലുള്ളത്. ഓക്കെ, ഇനി മൻഹജ് ജവാമിയിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു ജമ്മിനെ മനസ്സിലാക്കി എന്തുകൊണ്ട് ജപ പഠിക്കണം എന്നതിലേക്കുള്ള ഒരു ഇതുമാണ്. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം അവിടെ, കാരണം സമയം ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ താരീഫുകളിൽ വരെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാനും മൻഹജ് ജമുൽ ജവാമിനെ കുറിച്ച് മെത്തഡോളജി ഓഫ് താജുദ്ദീൻ ജവാമി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വളരെ വിശദമായിട്ട് ഞാൻ അതിൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് സ്വീകരിച്ചതാണ്. താല്പര്യമുള്ളവർക്ക്, ഇംഗ്ലീഷിലാണ് താല്പര്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. മെത്തഡോളജി ഓഫ് താജുദ്ദീൻ സുക്കി ഇൻ ജമുൽ ജവാമി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ധാരാളം മെത്തഡോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1-2 എക്സാമ്പിളുകള് താരിഫ് ബിത്തഖ്സീം, താരിഫുൽ ഹഖീഖി ഒക്കെ വിശദീകരിക്കാൻ സമയം. താരിഫ് ബിത്തഖ്സീം ഇത് താരിഫ് ബിത്തഖ്സീം അത് നിങ്ങൾക്ക് പഴയ കിതാബുകളൊക്കെ നോക്കുകയാണെങ്കിൽ തഖ്സീം മന്തിക്കിൽ നിന്ന് വന്ന ഓരോ മെത്തഡോളജിയാണ് അല്ലെ? തഖ്സീം താരിഫിൽ മാത്രമല്ല, എന്താണ് ആർഗ്യുമെന്റേഷനില് റാസി ഇമാമിന്റെ തഫ്സീർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ബാക്കില്ലാനിയുടെ അല്ലെ ഇർഷാദ് വത്തഖ്രീബ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഒരു കാര്യം പറഞ്ഞാല് അത് 2 പോസിബിലിറ്റി അല്ലെങ്കിൽ 5 പോസിബിലിറ്റിയാണ് അതിനുള്ളത്. ഒന്നാം പോസിബിലിറ്റിയുടെ പ്രശ്നങ്ങൾ സൗദ തഖ്സീമിനൊക്കെ പറഞ്ഞ പോലെ ഓരോന്നിടത്തിനും തഖ്സീം ചെയ്തിട്ട് ഓരോന്നിനെ ബാത്തിലാക്കിയിട്ട് അവസാനത്തെ ആ ഒരു ഓപ്ഷനെ അവരെന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത് ജമ്മിലുള്ള കുറെ താരീഫ് വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്തൊരു മെത്തഡോളജി താജുദ്ദീൻ സുബ്കിയുടെ ഒരു യുണീക്ക് മെത്തഡോളജി ആയിട്ട് പല ആൾക്കാരും പറയുന്ന ഒരിക്കലും ഇത്തിറാദ് വന്നൊരു കേസുമാണ്. അഥവാ
താരിഫ് പറയുമ്പോൾ ശരിക്കും ജാമ്യം മാനിയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. താരിഫിന് കോംപ്ലിക്കേഷൻ അബ്സ്ട്രാക്റ്റിന് നിയമങ്ങൾ വേണ്ടിയിട്ടാവും അല്ലെ. അബ്സ്ട്രാക്റ്റിലാവുമ്പോ അതിൽ എന്ത് പാടില്ല, അബ്രിവേഷൻസ് പാടില്ല അല്ലെ, അതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം, സൈറ്റേഷൻ പാടില്ല, വേറൊന്നും പാടില്ല, പ്ലെയിൻ ആയിട്ടായിരിക്കണം അബ്സ്ട്രാക്ട് ചെയ്തത്. ഇതേപോലെ താരിഫ് എന്താണ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും പാടില്ല. പക്ഷെ താജുദ്ദീൻ സുബ്കി ഇഖ്തിസാറിന്റെ ഒരു കലാവിരുത് എന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം വലിയ രണ്ട് ഡെഫിനേഷനൊക്കെ എന്താവും പിടിച്ചിട്ട് മേർജ് ചെയ്തിട്ട് ഒരൊറ്റ ഡെഫിനേഷൻ ആക്കും. ഒരു ഉദാഹരണം നോക്കി, അദാഇന് രണ്ട് ഡെഫിനേഷൻ. അദാഇന് അല്ല അദാഇന് ഖദാഇനൊക്കെ പറഞ്ഞ ജംബിലുകൾ കുറച്ചുണ്ടാവും. അപ്പൊ അദാഇന് ഫിഅലു ബഅദി മാ ദഖല വഖ്തുഹു ഖബല ഖുറൂജിഹി, ഇതാണ് അദാഇന്റെ എന്ത് ഡെഫിനേഷൻ ഉള്ളത് അല്ലെ. കാരണം നമ്മൾ ഫുറൂഇലൊക്കെ പറയുന്നുണ്ട് ഒരു റക്അത്ത് കിട്ടിയാലും എന്താണ് നിസ്കാരം ഇതാണ് അല്ലെ, അതായിട്ട് പരിഗണിക്കപ്പെടും. എന്നാൽ അവിടെ ഇഖ്തിലാഫ് ഉണ്ട്. ആ ഇഖ്തിലാഫ് വെച്ചിട്ട് ചില ആൾക്കാർ പറഞ്ഞു ഫീലു കുല്ലി മാ ദഖല വഖ്തുഹു ഖബല ഖുറൂജി വഖ്തിഹി ആണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇത് രണ്ട് ഡെഫിനേഷനായി പറയുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ല അതാവും ഫീലു ബാലി വഖീല കുല്ലി. ഒറ്റ വാക്കുകൊണ്ട് എന്തായി ഈ രണ്ട് ഡെഫിനേഷൻ കിട്ടി. ആളുകൾക്ക് ഇതൊക്കെ പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാകാൻ വേണ്ടി ചെയ്തതാണെന്ന് അതിന് സുഖി. അതിപ്പോഴത്തെ ആളുകൾക്ക് എളുപ്പമായിട്ടുള്ള ചെയ്ത് അള്ളാഹു വേണം, ആളുകൾക്ക് സുഖമാവട്ടെ എന്ന് പറഞ്ഞു. കുറെ പഠിക്കണ്ടോ, രണ്ട് സെന്റൻസ് പോകുന്നല്ലോ, ഒറ്റ സെന്റൻസ് കൊണ്ട് സിലബസ് തീർക്കാം എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ചെയ്തതാണ്. അതേപോലെ താരിഫുൽ ഇല്ല, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡെഫിനേഷൻ ഓഫ് താജുദ്ദീൻ സുബ്കി അല്ലെ. ജമ്മിലെ ഏറ്റവും രസകരമായ എന്നാൽ മോർ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പാർട്ടാണ് അൽ ഇല്ല. قال أهل الحق المؤرف لا بذاته المؤرفാണ് المؤرفാണത് ഇല്ല എന്ന് പറഞ്ഞാൽ. അഹ്ലുൽ ഹഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ അശാഇറകൾ അല്ലെങ്കിൽ അഹ്ലുസ് സുന്ന, അഹ്ലുൽ ഹഖ് അഹ്ലുൽ അദ്ൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഅ്തസിലികൾ ഇങ്ങനെ കാല അഹ്ലുൽ ഹഖ് അൽ മുഅർരിഫാണ്. എന്നിട്ട് അവിടെ 4 ഡെഫിനിഷൻസുകൾ ഒറ്റ സെന്റൻസിൽ കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങള് മഹ്സൂലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 10-20 പേജിലുള്ള വലിയ ഡിബേറ്റ് ആണ് അല്ലെ, വലിയ ഡിബേറ്റ് ആണ്. അതിന്റെ ഖുലാസയാണ്. ആ ഖുലാസയാണ് ഒരൊറ്റ 2 ലൈനിലാക്കിയിട്ട് ആര് പറയുന്നത് താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പറയുന്നത് അല്ലെ. അവിടെ പിന്നെ ഹനഫികളോടുള്ള ഡിബേറ്റ് അവിടെ പറഞ്ഞു. ഹനഫികളോടുള്ള നമ്മളുടെ ഒരു ഡിബേറ്റ് ആണത് അല്ലെ. എന്നിട്ട് ഖിലാഫുൽ ഹനഫിയ്യത്തി വഖീല അൽ മുഅസ്സിർ ബിദാത്തി, മുഅ്തസിലിന്റെ അഭിപ്രായം പറഞ്ഞു. ഗസാലി ഇമാമിന്റെ കാലം ഗസാലിന്റെ അഭിപ്രായം പറഞ്ഞു ബിഇദ്നില്ലാഹി തആല ഒറ്റ വാക്കാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ എന്താണ് അത് നേരത്തെ അതിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയായിരുന്നു ജമ്മൽ ജവാമിനെ പോലെയുള്ള മുഖ്തസറാത്തുകള് അൽ ബാഇസു അലൈഹി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മൻകുൽ മവാനിയില് എന്താണ് ഇതിനൊക്കെ മുമ്പ് അനലൈസ് ചെയ്യണ്ടേ. ജമ്മു ഒതുക്കുമ്പോൾ മണ്ണോതുമ്പോഴാണ് ജമ്മിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മൻകുൽ മവാനിയിൽ ഇത് ഡിസ്കസ് ചെയ്യണ്ടേ. എന്താണ് അത് ഞങ്ങൾ ഷാഫിയാക്ക് ഒരു നിരക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് അൽ ബാഇസു അലൈഹി എന്ന് പറയുന്നത്. ബാഇസ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു എന്നല്ല, അള്ളാഹുവിനെ ഏതെങ്കിലും പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ആര്, അള്ളാഹു അല്ലെ. അള്ളാഹു കാര്യകാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവനല്ല. ഇതുണ്ടായതുകൊണ്ട് പൂർത്തീകരിക്കുക എന്ന രീതിയിലല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ. അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ബാഇസ് എന്ന് പറയാൻ പാടില്ല. ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഹ്മദി ഇമാമിന്റെ അഭിപ്രായങ്ങളെ കൊടഞ്ഞെറിയുന്നുണ്ട് മൻകുൽ മവാനിയില്. ബൂത്തി ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്. സയ്യിദ് റമദാൻ ബൂത്തി ലവാബിത്തുൽ മസ്ലഹില് താജുദ്ദീൻ സുബ്കി ചേർന്നത് അങ്ങനെ ഒക്കെ പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അഹ്മദി ഇമാമിന്റെയും ഗസാലി ഇമാമിന്റെയും വാക്കുകൾക്ക് ഈ അർത്ഥമില്ല എന്ന് ബൂത്തി പറയുന്നുണ്ട്. സാധാരണ താജുദ്ദീൻ സുബ്കിയാണ് ആ ഒരു ഫംഗ്ഷൻ ചെയ്യാറുള്ളത്. ജമ്മു ഒതുപ്പ് പുള്ളുകയാണ്. നേരത്തെ പറഞ്ഞു പോയ പണ്ഡിതന്മാരുടെ മവാക്കിഫുകൾ ജംഹൂരിന്റെ പൊതു താല്പര്യത്തിനോട് എതിരാകുന്നിടത്തൊക്കെ അവരുടെ അഭിപ്രായങ്ങളെ പൊതു താല്പര്യത്തിന് അകത്താക്കുന്ന രീതിയിൽ റീഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം താജുദ്ദീൻ സുബ്കിക്കുണ്ട് അല്ലെ. ഇപ്പോ ഉദാഹരണത്തിന് നസ്ഖുമായി ബന്ധപ്പെട്ട ചർച്ചയില് സുന്നത്ത് കൊണ്ട് ഖുർആനിനെ നസ്ഖ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിടത്ത് ഷാഫി ഇമാമിന് സുന്നത്ത് കൊണ്ട് ഖുർആനിനെയോ ഖുർആൻ കൊണ്ട് സുന്നത്തിനെയോ നസ്ഖ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അഭിപ്രായമുണ്ട്. സാധാരണ റസൂലുള്ള കഥ റിവായത്തുള്ളത്. എന്നാൽ താജുദ്ദീൻ സുബ്കി അതിന് അങ്ങനെയുള്ള റിവായത്ത്. താജുദ്ദീൻ സുബ്കി ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചിട്ട് എന്തായി വിശദീകരിച്ചു. അഥവാ സുന്നത്തിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും സുന്നത്തുൽ യുഅയ്യിദുഹു. ആ ഖുർആനിക നസ്ഖിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സുന്നത്ത് അവിടെ തന്നെ ഉണ്ടാവും, സുന്നത്തിലുണ്ടാവും, ഖുർആനിലും തദൈവ. എന്നിട്ട് മഹല്ലിമാൻ പറയണ്ടേ ആ കഥ ഫൈമൽ മുസന്നിഫു. ഇത് മുസന്നിഫ് എന്താണ് ഷാഫി ഇമാമിന്റെ പൊസിഷനെ ഇങ്ങനെയാണ് മുസന്നിഫ് വായിക്കാൻ ശ്രമിച്ചത് എന്ന് മഹല്ലിമാൻ അവിടെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതൊരു മെത്തഡോളജിയാണ് ഉലമാക്കൾക്ക്. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉലമാക്കൾക്ക്
അവരുടെ അഭിപ്രായം, അവരുടെ സല്ലാത്ത്, അല്ലെങ്കിൽ ഇതിപ്പോ ഷാഫിമാന്റെ സല്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ, ഷാഫിമാന്റെ അഭിപ്രായം താജുദ്ദീൻ സുബ്ഹിക്ക് വായിച്ച പോലെ തന്നെയാണ് വായിക്കേണ്ടത്, ആധികാരികമായ വായന അതങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലെ. ആ വായനയുടെ പുറത്ത് ഇന്ന് ആധുനിക ഇജ്തിഹാദിലുണ്ട്. നമ്മുടെ ത്വലാഖുസ് സലാസ്, കാരണം ത്വലാഖുസ് സലാസ് എന്തായിരുന്നു നമ്മളെ ഇബ്നു അബ്ബാസ് തങ്ങളും മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ത്വലാഖുസ് സലാസിന്റെ ഹദീസ്, അത് ഇന്ന് ഏതാളുകളുടെ കിതാബ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാരും പറയും നമ്മൾ ട്രഡീഷണൽ ഒപ്പീനിയൻ എന്താക്കൂല, അവർ സ്വീകരിക്കൂല. ഇബ്നു തൈമിയ്യയൊക്കെ ആ ഒരു അഭിപ്രായം തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു എന്താക്കിയത്, ത്വലാഖുസ് സലാസായിട്ടാണ് എന്തായി അത് നടപ്പിൽ വരുത്തിയത് ഉമർ റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ കാരണം സ്വലാത്തുണ്ടായിരുന്നു, ത്വലാഖ് വായിലായിരുന്നു, ഓരോന്നായിരുന്നു ചെല്ലുന്നത്. എന്നാൽ നാല് മതം എന്താണ് അഭിപ്രായം, ത്വലാഖുസ് സലാസാണ് മൂന്നായിട്ട് പരിഗണിക്കുന്നതാണ് അല്ലെ. അപ്പൊ പിന്നെ ഈ ഹദീസിന്റേതായ വായനയുണ്ട്, ഉലമാക്കൾ അതിന് നബിമാമൊക്കെ അത് വളരെ വിശദമായിട്ട് എന്തായിരുന്നു അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ആധുനിക പണ്ഡിതന്മാർക്ക് ഒരാൾക്കും ആ ഇന്റർപ്രിറ്റേഷൻ എന്താവില്ല, മനസ്സിലാവില്ല. അവരൊക്കെ പറയും എന്ത്, ത്വലാഖുസ് സലാസ് നബിന്റെ കാലത്തും സിദ്ദീഖ് തങ്ങളുടെ കാലത്തും തന്നെയായിരുന്നു, ഓരോ ത്വലാഖായിരുന്നു. ഉമർ വന്നിട്ടാണ് അത് മൂന്നാക്കിയത്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താക്കാം, നബിന്റെ കാലത്തേക്ക് തിരിച്ചു പോകാൻ ഒന്നാക്കാം എന്നവർ പറയും. അത് മെത്തഡോളജിക്കലി എററായ ഒരു സമീപനാണ്, തെറ്റാണ്. കാരണം എന്താണ്, ഉമർ ശരീഅത്തിൽ തന്നിഷ്ടപ്രകാരം മാറ്റിത്തിരുത്തലുകൾ വരുത്തി എന്നാണ് വരിക. വരുത്താനുള്ള അധികാരമില്ല എന്നാണ് വാക്കീത അല്ലെ. ഉമർ റളിയല്ലാഹുവിന് നബിയുടെയും സിദ്ദീഖ് തങ്ങളുടെയും കാലത്തുണ്ടായിരുന്ന പ്രാക്ടീസിനെ തിരുത്താനുള്ള അധികാരമില്ല, ഉമർദാനില്ല. അപ്പൊ പിന്നെ ഉമർദാൻ എന്താ ചെയ്തത്, അപ്പൊ അതിനെന്താവണം, ഈ ഉസൂൽ ഫിഖിന്റെ മെത്തഡോളജി അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കണം. അങ്ങനെയാണ് നബിമാ മക്കളവന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. ഓക്കെ. അതേപോലെ താരീഫ് ദാരിദ്ര്യ സുബ്ഹിക്ക് മഞ്ഞൾ മവാദിയിൽ വളരെ ഇതായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു താരീഫ് പറഞ്ഞാൽ അത് ജാമ്യം മാനിയേക്കും ആ ചാപ്റ്റർ തന്നെ പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിന് ഉദാഹരണം ജമ്മിന്റെ ചാപ്റ്റർ അല്ലെ. ജമ്മിന്റെ ചാപ്റ്ററിൽ എന്താണ്, ഇത്തിഫാഖ് മുജ്തഹിദുൽ ഉമ്മ ബാദ വഫാത്ത് നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആസിറിൻ അലാ അയ്യാം നിക്കാ അല്ലെ. അങ്ങനെ ആ ഡെഫിനിഷൻ താജുദ്ദീൻ സുബ്ഹിക്ക് മഞ്ഞൾ മവാദി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡെഫിനിഷൻ ഇതുവരെ എന്റെ മുൻഗാമികൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ആ ചാപ്റ്ററൊക്കെ അവഗാഹമുള്ള ആളുകൾക്ക്, കണ്ണ് തുറന്ന് വായിക്കുന്ന ആളുകൾക്ക് ആ ചാപ്റ്ററൊക്കെ എവിടെ തെളിഞ്ഞു കാണാം, ഈ ഡെഫിനിഷനിൽ തെളിഞ്ഞു കാണാം. അതുകൊണ്ടാണ് പിന്നെ മുമ്പില് അവിടെ നിന്ന് ഫൗലിമ ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഡെഫിനിഷൻ തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫൗലിമ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, ഒന്നും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ 17 ഇഷ്യൂസുകൾ അല്ലെ, 17 ഇഷ്യൂസുകൾ എന്താകുന്നുണ്ട് അവിടെ മുസ്ലിം പറയുന്നുണ്ട്. 3 ഇഷ്യൂസുകൾ ഉലിമ എല്ലാവരും പറയുന്നുണ്ട്. അത് തന്നെയാണ് ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാം. എന്തൊരു വാട്ട് സർപ്രൈസിംഗ് കൺസ്ട്രക്ട് അല്ലെ, എന്തൊരു രസകരമായ ഇബാറത്താണ് താജുദ്ദീൻ സുബ്ഹിയുടേത് എന്ന് ആര് വിലയിരുത്തുന്നുണ്ട്, മഹല്ലിമാവ് അവിടെ വിലയിരുത്തുന്നുണ്ട്. അവിടെ മഹല്ലിമാവ് മുഅ്ലമ മസാഇലിൽ മഹ്ദൂദി അല്ലെ, മെജോറിറ്റി ഓഫ് ദ ഒപ്പീനിയൻ എന്ന് മഹ്ദൂദിൽ നിന്ന് ഈ ഇജ്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായും എവിടെ കിട്ടുന്നു മുഅ്ലമ എന്നൊരു വാക്കുവരുണ്ട്. ആ മുഅ്ലമ നമുക്ക് മഹല്ലിമാവ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കശി ഇമാമ് തശ്നീഫിൽ എന്ത് പറയുന്നുണ്ട്, കുല്ല മസാഇലിൽ മഹ്ദൂദ്, ഇജ്മാന് എല്ലാ കാര്യങ്ങളും ഒന്ന് കിട്ടി, ഈ താരീഫിന് കിട്ടിയവരുണ്ട്. അതിന് റദ്ദായിട്ടാണ് മഹല്ലിമാവ് എന്ന് പറയുന്നത്. മുഅ്ലമ മസാഇലിൽ മഹ്ദൂദി ഒക്കെ ഇല്ല, 2-3 വിഷയങ്ങൾ എന്താണ് പുറത്താണ് എന്ന് നമ്മൾ കുല്ലെന്ന് പറഞ്ഞാൽ ശരി. ഈ ഇത് പഠിക്കുമ്പോൾ എന്താണ്, ഈ ഹിസ്റ്ററി അറിയുകയും ചെയ്യണമെങ്കിൽ ഓരോ വാക്കുകൾക്ക് പിറകിലും ഒരു കഥകളുണ്ട് എന്ന് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ ഓരോ ചരിത്രങ്ങള് ഓരോ വാക്കുകളിലും മഹല്ലിയാണെങ്കിലും ജമ്മാണെങ്കിലും അവരുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു ജമ്മിന്റെ പ്രത്യേകതയായിട്ട് എണ്ണുന്നതാണ് ഈറാദുൽ അഖ്വാൽ, ജമ്മുൽ ആറാ, അഭിപ്രായങ്ങള് എന്താ ശേഖരിച്ചു പറയുക എന്നത് ജമ്മിന്റെ. ഇപ്പോ അസറുൽ അഖ്താർ എന്താണ് മോശമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ അതെന്താണ് അതിന് മതമുണ്ട്. അസറുൽ അഖ്താർ മുമ്പര കാലത്തെ കുറിച്ച് പരിതപിച്ച് പറയുന്നുണ്ട്. ആൾക്കാരുടെ ഉസൂൽ ഫിഖിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ മേലത്തെ ജമ്മുൽ ജമാമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ജമ്മിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്താവില്ല, സ്വീകരിക്കൂല. അത്ര പരിമിതമായ ഒരു അപ്രോച്ചാണ് ആളുകൾക്ക് എന്നാണ് ആര് പറഞ്ഞത്, അസറുൽ അഖ്താർ പറഞ്ഞത്. പക്ഷെ അതെന്താണ്, ജമ്മിന് അന്നുണ്ടായിരുന്ന സ്വീകാര്യത അല്ലെ, സ്വീകാര്യത ആൾക്കാരുടെ അടുത്ത് എന്താണ്, ഒരു ഉസ്മുൽ ഫിഖിന്റെ ഒരു മസലയ്ക്ക് ആരെങ്കിലും വന്നാൽ, ഇപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഹദീസായിട്ട് വരികയാണെങ്കിൽ മുസ്ലിമിൽ പോയി തപ്പിക്കോളി, മുസ്ലിമിൽ ഉണ്ടെങ്കിൽ അത് ഹദീസാണെന്ന് സ്വീകരിച്ചോളി, മുസ്ലിമിൽ ഇല്ലെങ്കിൽ അതെന്തല്ല ഹദീസല്ല എന്ന് ആരും പറയുന്നുണ്ട്. കോൺഫിഡന്റ് ആണ്. അവരുടെ ഹാർഡ് വർക്കിന്റെ റിസർച്ചിന്റെ
ഡാറ്റ കളക്ഷന്റെ കോൺഫിഡൻസ് ആണ് ആ കാണിക്കുന്നത്. ഒരു ഹദീസായിട്ട് ആരെങ്കിലും വരണമെങ്കിൽ മുസ്ലിം തപ്പിക്കോളി, മുസ്ലിത്തിൽ ഇല്ല ഹദീസാവാനുള്ള ഒരു സാധ്യത ഇല്ല. അപ്പൊ ഇതേപോലെ ആളുകളെ ജമ്മുൽ ജമാഅയിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ്, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആര് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ജമ്മില് താലിസുക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നതാണ്. അപ്പൊ അഭിപ്രായങ്ങളുടെ എന്താണ് മാലപ്പുടക്കം എന്നൊക്കെ നമുക്ക് പറയാം. ചില വിഷയത്തിലൊക്കെ 5, 6, 8 അഭിപ്രായങ്ങള്. ഇപ്പോ ഇജ്മാഇന്റെ ബാബിൽ തന്നെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഈസ് ദേർ കോൺസെൻസസ് അപ്പോൺ കോൺസെൻസസ്. ഇജ്മാഅാണ് ചർച്ച, എന്നാൽ ഇജ്മാഇനെ കുറിച്ച് എന്തുണ്ടോ? ഇജ്മാ ഉണ്ടോ? ഇജ്മാഇനെ കുറിച്ച് ഇജ്മാ ഉണ്ടോ? ഇജ്മാഇന്റെ ഡെഫിനേഷൻ എന്താണ്? ഡിബേറ്റബിൾ ആണ്. ഇജ്മാ ആർക്കൊക്കെ പറ്റണം? ആമിന് പറ്റോ അല്ലെ ആലിമുമാണോ? ഡിബേറ്റബിൾ ആണ്. കുല്ല് എല്ലാ പണ്ഡിതന്മാർക്കും ഏകോപിത അഭിപ്രായമാണോ? ഐസൊലേറ്റഡ് ആയിട്ട് അഭിപ്രായങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റോ? അല്ലെ ഡിബേറ്റഡ് ആണ്. ഇൻഖിലാബിൽ അസ്ൽ വേണോ വേണ്ടേ? ഡിബേറ്റബിൾ ആണ്. ഇങ്ങനെ ഇജ്മാഉമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഡിബേറ്റ് ഉണ്ട്. അപ്പൊ ഇജ്മാഇനെ കുറിച്ച് ഒരു ഇജ്മാ ഉണ്ടോ എന്നതാണ് ഈ അടുത്ത് ഇംഗ്ലീഷിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ലാബുദ്ദമിനൽ കുല്ല് ഇതിനകത്തൊക്കെ കുറെ രസങ്ങള് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവരി മുജ്തഹിദിന്റെയും ഒപ്പീനിയനുകൾ ഉണ്ടായാലാണ് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഇജ്മാ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ? ഓരോരുത്തരുടെ അഭിപ്രായം വേണം. ഉസൂൽ ഫിഖിന്റെ സൂക്ഷ്മതകളല്ലേ? ചില ആൾക്കാർ പറയും എന്തിനാ ഒരാളെ അഭിപ്രായം, രണ്ടാൾക്കാരുടെ അഭിപ്രായം, മൂന്നാൾക്കാരുടെ അഭിപ്രായം ഒന്നും എന്താക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്യണ്ട. അല്ലാതൊരുക്കല്ലാതെ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി എന്താക്കാം, ഇജ്മാക്കാം. അങ്ങനെയല്ല ഉസൂലിൽ എന്താ പറഞ്ഞത്? ഈച്ച് ആൻഡ് എവരി മുജ്തഹിദിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അഭിപ്രായം എന്താ? മെജോറിറ്റി, ഓവർവെൽമിംഗ് മെജോറിറ്റി, 99 ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അവിടെ എന്താക്കാം, ഒരാൾക്കെ എതിർക്കാം. ഡെമോക്രസി അല്ലെ? നമ്മള് ഇന്നത്താണ് ഡെമോക്രസി, ഇതൊന്നും ഡെമോക്രസി. നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ്ലാമിലുള്ള അത്ര ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവിടെ ഇല്ല, ആധുനിക ലോകത്തില്ല. മെജോറിറ്റി ഒരു സ്ഥലത്ത് 30% വോട്ടുണ്ടായ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ എന്താണത് MLA, MP, പ്രധാനമന്ത്രിയൊക്കെ ആണത്. ബംഗാളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 40% വോട്ട് BJPക്ക്, 38 അല്ലെങ്കിൽ 2-3% വോട്ടിന്റെ മാറ്റത്തുള്ളൂ ഡെമോക്രസികളുള്ളൂ. നമ്മളിവിടെ പറഞ്ഞ 99% ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കണമെന്നില്ല, നിർബന്ധമില്ല. ഇജ്മാ അല്ല, ഒരാൾക്കുണ്ടെങ്കിലും എന്താക്കാം, അയാൾക്ക് എണീറ്റ് നിന്നിട്ട് ധൈര്യസമേതം അതിനുള്ള അഭിപ്രായാന്തരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം ആ പണ്ഡിതനുണ്ട്. പണ്ഡിതന്മാർക്കുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെ പോയിട്ട് 7 അഭിപ്രായങ്ങള് ഫിഖിൽ മാത്രമല്ല, ഉസൂൽ ഫിഖിൽ എന്തുണ്ട്? അമ്രനായിട്ടൊരു സീ ഉണ്ടോ എന്നൊരു ചർച്ച ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്രസീയക്ക് ഹഖീഖിയായ മീനിങ് എന്താണ് എന്നൊരു അഭിപ്രായം ഉണ്ട്. 25 മീനിങ് ആണ്, അഭിപ്രായമാണ് അവിടെ എന്താണത് പണ്ഡിതന്മാർ പറയുന്നത്. അത് ഈജാബിനാണ്, അല്ല കീല അത് സുന്നത്തിനാണ്, കാല അൽ അബൂ മൻസൂർ മാതുരിദി ഖദറിൽ മുശ്തരിഖിനാണ്, പിന്നെ തൊലബിലാണ്, ഇർഷാദിനാണ്, ഇൽത്തിമാസിനാണ്, സ്വാലിനാണ്, ദുആഇനാണ് തുടങ്ങിയിട്ടുള്ള 25 അഭിപ്രായങ്ങളാണ് എന്തിന് പറയുന്നത്? ഇഫ്അൽ ഫോമിന് ഇഫ്അൽ സിയത്തു ഇഫ്അൽ എന്ന അർത്ഥമായിട്ട് ഉസൂൽ ഫിഖിലെ ഇഖ്തിലാഫിനുള്ള ഒരു സ്കോപ്പ് അല്ലെ? ഇത് 25 അർത്ഥം ഉണ്ടെങ്കിൽ ഒരു ഹദീസ് വന്നാൽ 25 അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അർത്ഥം. 25 അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ഹദീസിന്. കാരണം ഇഫ്അൽ ഇത് ചെയ്യ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചെയ്യുന്ന അതിനപ്പുറം എന്താ പറയാ, അങ്ങനെ പറഞ്ഞാൽ പോലെ അവിടെ 25 സാധ്യതകൾ എന്താണ്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്റർപ്രിറ്റേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട് എന്നർത്ഥം. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെത്തഡോളജിയാണ് ത്വയ്യിൽ അഖ്വാൽ അല്ലെ? ഹൈഡിങ് ദ ഒപ്പീനിയൻസ്, കൺസീലിംഗ് ദ ഒപ്പീനിയൻസ്. ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ പാകത്തില് ഫസാലിസുഹ സാധാരണ ജമ്മിൽ വരുന്ന ഒഴുക്കാണ്. അപ്പൊ ഈ ഫസാലിസുഹ എന്ന് കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ 1-2 എന്താണെന്നുള്ള അഭിപ്രായം അതിന്റെ ആ ഒഴുക്കിൽ നിന്നുണ്ടാവും നമുക്ക് മനസ്സിലാവും. അത് ജമ്മിൽ സാധാരണ വരുന്ന ഒരു മറ്റൊരു കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു സൈറ്റേഷൻ സ്റ്റൈലുമായി ജമ്മിലൊക്കെയുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാല് ദിക്ർ അർബാബിൽ അഖ്വാൽ, ഒപ്പീനിയൻ ഹോൾഡേഴ്സിനെ പറയണോ വേണ്ടേ എന്നുള്ളതാണ്. ഇന്നിപ്പോ ആളുകളുടെ അഭിപ്രായം പറയണമെന്നാണ്. ഒപ്പീനിയൻ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത്, അവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്നതാണ് ഇന്ന് പറയാം. ഇപ്പൊ താജുദ്ദീൻ സുബ്ഹിയൊക്കെ അഭിപ്രായം പറഞ്ഞതാണ് പ്രശ്നം. ഇപ്പൊ ജമ്മിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അഖ്വാൽ പറഞ്ഞ ഒപ്പീനിയൻ ഓർഡറിൽ കൂടി ചിലപ്പോൾ എന്താ പറഞ്ഞു പോയേക്കാം. അങ്ങനെ ആകുമ്പോ അതൊക്കെ ചില പൊട്ടന്മാർ വിചാരിക്കുന്നത് എന്താണ്, അനാവശ്യമായി നീട്ടിപ്പരത്തി പോവുകയാണ്, ഒരു പേജ് കൂടാൻ വേണ്ടിയിട്ട് എന്താണ് വെറുതെ ആൾക്കാരെ പേരൊക്കെ പറയണമെന്ന് പറയും. എന്നാൽ
പേര് പറയുന്നിടത്തൊക്കെ താജുദ്ദീൻ സുബ്ഹിക്ക് ഒരു ഇന്റൻഷൻ ഉണ്ട്. ഇന്റൻഷനലി സെലക്ടീവ്ലി ആയിരുന്നുണ്ട് താജുദ്ദീൻ സുബ്ഹിക്ക് ഓരോരുത്തരെയും പേര് പറയുന്നത്. ഇല്ല, ഫർദ് കിഫായ പറഞ്ഞെടുത്ത് എന്താണ് ജുവൈനി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം ഉണ്ട്. ഫർദ് ഐനാണോ ഫർദ് കിഫായ ആണോ? രസകരമായ ഡിബേറ്റ് നടക്കുന്ന രസമാണ്. ഫർദ് ഐനാണോ ഫർദ് കിഫായ ആണോ അഫ്ളൽ? അപ്പൊ ഫർദ് ഐന് ആണ് അഫ്ളൽ എന്നാണ് ജുമൂറിന്റെ അഭിപ്രായം. എന്നാൽ ഫർദ് കിഫായയാണ് അഫ്ളൽ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് ആരാണ്? ഇമാമുൽ ഹറമൈനി ജുവൈനിയാണ് പൊതുവെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ജംഇൽ പറഞ്ഞപ്പോ എന്തായി? ഇമാമുൽ ഹറമൈനി അബൂഹു എന്താണ് അബൂഹു അഫ്ളല മിനൽ ഐനി. അബൂഹു എന്നുള്ള ആഡ് ചെയ്തു. അബൂഹു എന്നുള്ള ആഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ബാപ്പാണ് ജുവൈനി ഇമാമിന്റെ അഭിപ്രായം. ഇമാമുൽ ഹറമൈനി എന്താണ്? ജുവൈനി എന്ന് പറഞ്ഞാല് മുൻഗാമികളൊക്കെ ജുവൈനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാമുൽ ഹറമൈനി. നമ്മുടെ ജുവൈനി പൊതുവെ ഇമാമുൽ ഹറമൈനിയാണ്. അപ്പോ ജുവൈനിക്കാണ് അഭിപ്രായം പറയുന്നത്. ജുവൈനിയുടെ താബിയാണ് ആര്? ഇമാമുൽ ഹറമൈനി വരുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് ഫർദ് ഐനാകുമ്പോ എന്താണ്? ഒരു നിർബന്ധമാണ് എന്താണ് ചെയ്യാനുള്ളത്, ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് അയാളിൽ മാത്രം പരിമിതമായ ഒരു കാര്യമാണ്. എന്നാൽ ഫർദ് കിഫായയോ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ്, സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ അപ്രോച്ച് ഉണ്ടായതുകൊണ്ട് ഫർദ് കിഫായയാണ് എന്ത് കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്ന പണ്ഡിതന്മാർ. പിന്നെ ഏറ്റവും രസമുള്ള മറ്റൊരു കാര്യം എന്ത്? തർത്തീബ് താരീഖി. ജമ്മു അതുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തർത്തീബ് താരീഖി, അല്ല ഹിസ്റ്റോറിക്കൽ സീക്വൻസ്. അപ്പൊ ജമ്മിങ്ങനെ ഓതുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ ഓരോ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന കാലഘട്ടം, അത് ഏറ്റുപിടിച്ച ആളുകള്, അതിനെ ഒപ്പം നിന്ന ആളുകള്, ഇതൊക്കെയാണ് ജമ്മു വളരെ കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ്? ഇപ്പൊ കാലി വാക്കില്ലാനി 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കാലി വാക്കില്ലാനി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഇർഷാദ് വത്തക്രീബ് എന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആര് വരുന്നത്? ഇമാം ജുവൈനി വരുന്നത്. ജുവൈനിന്റെ ശിഷ്യനാണ് ആര് വരുന്നത്? ഗസാലി ഇമാം വരുന്നത്. ഗസാലി ഇമാമിന്റെ മുസ്തഫയെ എല്ലാവരും ചെയ്യുന്നതാണ് ആര്? റാസി ഇമാം. അപ്പൊ ആ ഒരു സീക്വൻസിലാണ് എന്താകുന്നത് ആളുകളുടെ പേരുകള് താജുദ്ദീൻ പറയാം. അത് നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഈ ഒറ്റ വാക്കിൽ നിന്നുണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഓപ്പണൻസ് തന്നെയാണ് ഇബ്നു സുറൈജ്, ഷാഫിഈ സമാനി. ഇബ്നു സുറൈജ് മുസ്ലിമിന്റെ സാഹിബിൽ മുസ്ലിമായിരുന്നു. ഇബ്നു സുറൈജ് ആണ് ഷാഫിഈ ഉസൂലിനെ എക്സ്പാൻഡ് ചെയ്തതും എസ്റ്റാബ്ലിഷ് ചെയ്തതും എന്നാണ്. ഇപ്പൊ ഓറിയന്റലിസ്റ്റുകളെ ചില ആൾക്കാർ പറയുന്നുണ്ട് ശരിക്കും മദ്ഹബ് ഇബ്നു സുറൈജ് ആണ്, മദ്ഹബ് ഷാഫിഈ അല്ല. എന്താണ് അത്? ഇബ്നു സുറൈജ് ആണ്. പിന്നെ ഇബ്നു സുറൈജിന്റെ ഒരു ആധികാരിക, അത് ഓരോ തെറ്റായ സമീപനമാണ്. ഓരെല്ലാത്തിനും പറഞ്ഞൊരു കാര്യമാണത്. ഡേറ്റിംഗ് ബാക്ക് അവർ പറയും ഇത് ഷാഫിഈയുടെ കാലത്ത് മദ്ഹബിലായിരുന്നു. എല്ലാത്തിനും പറഞ്ഞ കാര്യമാണ്. ഇബ്നു സുറൈജിന്റെ കാര്യത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയപ്പോ അതിനൊരു ഐക്കണിക് ഫിഗറുമാണ്. അപ്പൊ ഓരോ ആരെ കൊടുത്തിട്ട് പ്രതിഷ്ഠിച്ചു? ഷാഫിഈനെ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെയാണ് ആരുടെ ആർഗ്യുമെന്റ് പോവുക? ഓറിയന്റലിസ്റ്റുകളുടെ ആർഗ്യുമെന്റ് പോവുക. ഈ ആർഗ്യുമെന്റ് തെറ്റാണ്. പക്ഷെ ഇബ്നു സുറൈജിന്റെ സ്ഥാനം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഷാഫിഈ സമാനി അല്ലെങ്കിൽ ഷാഫിഈ സാനി അങ്ങനെ പറയുമ്പോൾ ഇബ്നു സുറൈജ്, പിന്നെ അദ്ദേഹത്തിന് ഇബ്നു അബീ ഹുറൈറ, അത് കഴിഞ്ഞിട്ട് ഷിറാസി. ഷിറാസി വരുമ്പോ ജുവൈനിയുടെ അതേ കാലക്കാരാണ് ഷിറാസി. അല്ലെ, രണ്ട് ഏരിയയിൽ കിടന്നിട്ട് പല അഭിപ്രായങ്ങളിലുള്ള ഡിബേറ്റ് നടക്കുന്ന ആളുകളാണ് ഷിറാസിയും ജുവൈനിയും. അത് കഴിഞ്ഞിട്ട് റാസിയുടെ കാലഘട്ടക്കാരനാണ്. 606 മരിക്കുന്നുണ്ടെങ്കിൽ 638 ആവിധിമാവ് മരിക്കുന്നത്. മാസിനികളായ ആളുകളാണ്. അപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ സീക്വൻസ്, ഈ അഭിപ്രായം എവിടുന്നാണ് വരുന്നത്, എവിടേക്കാണ് സ്വീകരിക്കുന്നത്, ആരൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന്. ഇപ്പൊ ഇതൊന്നും മനസ്സിലാക്കാഞ്ഞാല് ആരാണ് പൊതുവെയൊക്കെ പറഞ്ഞതുപോലെ എന്താണ് കാലവക്കീലാണ് ഇതുപോലെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകണേ. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വരിയിൽ നിന്ന് തന്നെ 4 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വാക്കുകളാണ് ഈ 4 പദങ്ങൾ എന്ന് ജംബിൽ പറയുന്നത്. കൂടുതലില്ലാതെ നമ്മള് നിർത്താം. പിന്നെ മറ്റൊന്ന് ഓരോ കിതാബ് ഓതുമ്പോഴും കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഇസ്തിലാഹാത്തുകൾ, ടെർമിനോളജീസ്. അതിലൊരു ആർട്ടിക്കിൾ ദാദുലിൽ തന്നെ ഖുർആൻ സുന്ന ഇവരുടെ ഇസ്ലാമിക് ഇൻസൈറ്റ് അതിൽ പബ്ലിഷ് ചെയ്ത ടെർമിനോളജീസ് ഓഫ് അസ്സബിക് ഇസ്ലാമിക് ജവാബ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. അതിൽ വിശദമായി ഞാൻ കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുസ്തലാത്തുൽ ആല ഓരോ കിതാബിലും ഓരോന്നുണ്ടാവും. ഫിഖിലാകുമ്പോൾ മറ്റേലാകുമ്പോൾ ഉണ്ടാവും ഇമാമ്. ഇതില് ഷെയ്ഖുൽ ഇമാം അല്ലെ? അപ്പൊ ഷെയ്ഖുൽ ഇമാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇത്രാദും ജയിച്ചത് താജുദ്ദീൻ സിദ്ദീഖിയുടെ തന്നെ. നിങ്ങൾ ഷാഫി ഇമാമൊക്കെ പറയുമ്പോൾ അഹമ്മദ് ഖിലാഫ് അലി അഹമ്മദ്
നമ്മൾ ഇൻഖിലാബുൽ അസറൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവിടെ ഖിലാഫുൽ അഹ്മദ് വഹാലഫ് അഹ്മദ് ഇബ്നു ഫറഖ് സുലൈമുർ റാസി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇൻഖിലാബുൽ അസറിന്റെ ഒരു ചർച്ച വരുമ്പോൾ അപ്പൊ അവിടെ അഹ്മദ് ഇമാമാണ് ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോൾ ഷാഫി എന്നേ ഉള്ളൂ. വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഷേഖുൽ ഇമാം പറഞ്ഞുമ്പോ പറയാം. ബാക്കിയുള്ളവർക്കൊക്കെ ഷേഖ്. അബ്ദുൽ ഹസൻ അശ്ശരി അഷേഖ് എന്നേ പറഞ്ഞോളൂ. റാസിക്ക് അൽ ഇമാം എന്നേ പറഞ്ഞോളൂ. വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ അഷേഖുൽ ഇമാം അല്ലെ. അപ്പൊ നമുക്ക് എന്താ മദ്ഹബിന്റെ ഇമാമായ ഇമാമിന് ഷാഫി തങ്ങളെക്കാൾ വലിയ പ്രാധാന്യവും ഇതൊക്കെ ആർക്ക് കൊടുക്കുന്നത്, ഷേഖുൽ ഇമാമിന് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം സാധാരണ നമ്മൾ മറുപടി ആയിട്ട് ഈ ആനക്കെന്തിനാ കുടമണിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി. പക്ഷേ അത് പറയുന്നുണ്ട് ആന എന്തെങ്കിലും പറയണ്ടേ. ഷാഫിമാനെ കുറിച്ച് ഞാൻ ഈ മാമെന്ന് പറഞ്ഞിട്ടാണോ അതൊക്കെ ആര് പറഞ്ഞിട്ടില്ലെന്നാണ് ലോകം അംഗീകരിച്ച എന്തല്ലേ പേരല്ലേ എന്ന് ആര് പറയുന്നത് താജുദ്ദീൻ സുബ്ക്കി പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഇതിനൊരു കാരണം കൂടി ഉണ്ടോ, നമ്മളൊന്ന് മുഖ്തസറാക്കണേ. രണ്ട്, അത് പേജസ് വാസ് പ്രിഷ്യസ്. പേജസ് വിലപിടിപ്പുള്ളതായിരുന്നു. ഇന്നത്തെ പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര പ്രിന്റ് 100 പേജ് തിരിച്ച് ആണെങ്കിൽ 100 പേജ്, 150 വേണമെങ്കിൽ 150 പേജ് ഇതാക്കുന്ന രീതി ആയിരുന്നു എന്നുള്ളത്. അന്ന് പേജ് എന്ന പണിയാണ്. കാരണം ഇത് ഒന്നുണ്ടാക്കി അടുത്തതുണ്ടാക്കണം, കോപ്പി ചെയ്യണം, നോക്കി ചെയ്യണമല്ലോ. അപ്പൊ ഓരോന്നും പണിയാണ്. അപ്പൊ ചുരുക്കം എന്നുള്ളത് അന്നത്തെ ഏറ്റവും വലിയൊരു അജണ്ടയായിരുന്നു. അന്നത്തെ റെലവന്റും ആയിരുന്നു. ഇന്നത് റെലവന്റ് അല്ല, ആളുകൾക്ക് ചുരുക്കം തിരിയില്ല, പിന്നെ പേജിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്നത് റെലവന്റ് അല്ല, ചുരുക്കാന്നുള്ളത്. പക്ഷെ അന്നത് റെലവന്റ് ആയിരുന്നു. പിന്നെ മറ്റൊന്ന് ഇസ്ലാത്തിൽ ആരാണ് നിങ്ങൾക്ക് പിന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അത് വളരെ രസകരമായ കുറെ കാര്യങ്ങളുള്ള ഒരു മേഖലയാണ് സിയാൽ തർജീഹാത്ത്. അപ്പൊ അത് ജമ്മെന്നല്ല, ഏത് കിതാബോധമായി നമുക്ക് കാണുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ കുറെ സാധാരണ ഉപയോഗിക്കുന്ന കുറെ സീലുകളുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന സവാബ്, അർജ്, അസഹ് തുടങ്ങിയ പല ടെർമിനോളജീസുകളുണ്ട്. പക്ഷെ അത് ഫിഖിന്റെ അതേ ടെർമിനോളജികളാണോ ഉസൂലിന്റേത് എന്നത് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. സഹീഹ് ഫിഖിൽ പറയുമ്പോൾ ഒരു മീനിങ് ഇല്ല ഉസൂലില് എന്നതാണ് നമ്മുടെ വായനയിൽ നിന്ന് ഇതുവരെയായിട്ട് മനസ്സിലായത്. അപ്പൊ അതേപോലെ താജുദ്ദീൻ സുബ്കിയുടെ ഇജ്തിഹാദാത്തുകൾ, അവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഏത് കാലഘട്ടത്തിൽ വന്ന ഉലമാക്കൾക്കുണ്ടായിരുന്നു. ഏത് കാലത്തുള്ള ഉലമാക്കൾക്കാണെങ്കിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അത് മുൻഗാമികളോട് നിന്ന് വിഭിന്നമല്ല, അതിനെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇപ്പൊ താജുദ്ദീൻ സുബ്കി, ഷെയ്ഖുൽ ഇമാം, വാഹിദുൽ മുസന്നിഫ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുന്ന വാപ്പാടെ അഭിപ്രായമാണ് എന്നിട്ട് പോലും കാണില്ല, എല്ലാവരും സ്വീകരിക്കില്ല അല്ലെ. ഖിലാഫുൽ ഷെയ്ഖുൽ ഇമാമി വൽ ജംഹൂർ സ്റ്റേറ്റുകളൊക്കെ മെജോറിറ്റി ഒപ്പീനിയൻ എതിരാണ്, നമ്മളെ ഒപ്പീനിയൻ വേറെയാണ്, ബാപ്പി എതിരാണ്, മെജോറിറ്റി എതിരാണ്, എന്റെ അഭിപ്രായം ഇതാണ് എന്നാണ് ആര് പറഞ്ഞത്. ഇങ്ങനെയുള്ള എൽമിന് അങ്ങനെ തന്നെയായിരുന്നു അവരുടെ രീതിശാസ്ത്രം ഉണ്ടായിരുന്നത്. അത് ഇജ്തിഹാദിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, തഖ്ലീദിന്റെ കാലഘട്ടത്തിലും അത് തന്നെയായിരുന്നു രീതി. ഇജ്തിഹാദിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഉസൂലിന്റെ രീതി, അവരുടെ ഇസ്തിംബാദിന്റെ രീതി വേറെയായിരുന്നു. തഖ്ലീദിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഇസ്തിംബാദിന്റെ അല്ലെങ്കിൽ മനസ്സിലാക്കലുടെ ബുഹൂസിന്റെ രീതി വേറെയായിരുന്നു. ഇത് മദ്ഹബുകൾക്ക് അകത്തായിരുന്നു, മറ്റൊരു സ്വതന്ത്രമായി. ഈ മാറ്റേ ഉള്ളൂ, മൻഹജിനെ മാറ്റേ ഉള്ളൂ. പക്ഷെ വർക്കുകളൊക്കെ എന്തുണ്ട്, അക്കാലത്തും പിൽക്കാലത്തൊക്കെ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അത് ഈ കാലത്തും നടന്നുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എന്താണ്, മുഅ്തസിലിയാക്കളുടെ അഭിപ്രായം പോലും സ്വീകരിക്കുന്നുണ്ട് ചില സമയത്ത് അല്ലെ. ജമ്മില് ജമ്മിലുമായ കഫാലു ഷാഷി അടക്കണ കുറെ പണ്ഡിതന്മാർക്ക് ചില വിഷയങ്ങളിലൊക്കെ മുഅ്തസിലിയാക്കളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന് താജുദ്ദീൻ സുബ്കി കൊടുക്കുന്ന ന്യായീകരണം അവർ ഫുഖഹാക്കളാണ്, മുതകല്ലിമീങ്ങളല്ല. അപ്പൊ ഫുഖഹാക്കള് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മുഅ്തസിലിയാക്കളുടെ വാദഗതികളുടെ പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളാതെ ചിലപ്പോൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായേക്കാം, ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് അത് അവരുടെ തെറ്റല്ല, അത് അവരുടെ എന്തല്ല സ്കോളർഷിപ്പ് ഏരിയ അല്ല, അവരുടെ ഇഖ്തിസാസിന്റെ ഏരിയ അല്ല, അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് എന്നതാണ് താജുദ്ദീൻ സുബ്കി ന്യായീകരണം. എന്നാൽ ഇവിടെ ഞാനൊക്കെ പറയുന്ന താജുദ്ദീൻ സുബ്കി ഈ വിഷയത്തിൽ എന്തുണ്ടോ, തക്ലീഫ് ഉണ്ടോ ഇല്ലേ, തക്ലീഫ് ചെയ്യാൻ പറ്റൂല്ലേ എന്ന ഒരു ചർച്ച. അവിടെ അശ്അരികൾ പറയുന്നത് എന്താണ്, പറ്റുമെന്നാണ്. ഓഫിലാണെങ്കിൽ അശ്അരികൾ മുഅ്തസിലിയാക്കൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യയിലാ പറ്റൂല, കാരണം ഓഫിൽ അറിയില്ലല്ലോ, അറിയാത്ത ഒരാളോട് തക്ലീഫ് ഉണ്ടെന്ന് അങ്ങനെ വരാം അല്ലെ, അതുകൊണ്ട് പറ്റൂല. അവിടെ നമ്മുടെ അശ്അരികളും എല്ലാവരും വന്നാണ് ഫിലോസഫേഴ്സ് എല്ലാവർക്കും ഒരേ അഭിപ്രായം. പക്ഷെ മുക്രഹിന്റെ അവിടെ അശ്അരികള് വ്യത്യസ്തമായ അഭിപ്രായമാണ്.
അവിടെ ശരീരം പറഞ്ഞ് മുക്കറയെ എന്താക്കാം തെക്ലീഫ് ചെയ്യാം. കാരണം മുക്കറൊക്കെ അറിയണ്ടല്ലോ, അറിയണ്ട്. എന്നാ പിന്നെ നമുക്ക് കുറ്റില്ല, അതിന് മാനിയുണ്ട്, അല്ലെങ്കിൽ അതിന് വേറെ കാരണങ്ങളുണ്ട്. പക്ഷെ അവിടെ എന്താണ് അത് തെക്ലീഫ് ഉണ്ട്. എന്നാൽ താജുദ്ദീൻ സുബ്ഹിയായി പോകുന്ന ജമുൽ ജവാമിൽ അവിടെ പറഞ്ഞത് ആരുടെ അഭിപ്രായമാണ്? മോഹിത്തത്തിലായിട്ടുള്ള അഭിപ്രായമാണ് അല്ലെ? എന്നിട്ട് മഹല്ലി ഇമാം അത് വിശദീകരിക്കുന്നുണ്ട്. കീല പറ്റൂല, ജായിദല്ല എന്ന്, ജായിദാണെന്ന് പറയുന്നത്. അത് വൽ കൗലുസാനി കൗലുൽ അശാഇറ, ഒന്നാമത്തെ രണ്ടാമത്തെ അഭിപ്രായം അശാഇറയുടെ അഭിപ്രായമാണ്. കൗലുൽ അവ്വൽ എന്താണ്? മുഅ്തസിലിന്റെ അഭിപ്രായമാണ്. ഈ കൗലുൽ അവ്വലാണ് എന്ത് കൂടുതൽ തഹ്ഖീഖുള്ള അഭിപ്രായം. അതക്ക് അതക്കു, അതാണ് കുറച്ചും കൂടി നല്ല തഹ്ഖീഖുള്ള അഭിപ്രായം എന്ന് മുഅ്തസിലാക്കളുടെ ഒരു പൊസിഷനെ കുറിച്ച് ജമുൽ ജവാമിയിൽ താജുദ്ദീൻ സുബ്ഹിയും പിന്നീട് ആരും അങ്ങനെയായിരുന്നു ഒരു സ്കോളർലി വേൾഡ്. ഒരഭിപ്രായം പറയുമ്പോൾ അയാൾ സുന്നിയല്ല എന്ന് പറയുന്ന രീതി ആയിരുന്നില്ല എന്ത് നമ്മുടെ ട്രഡീഷണൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത്. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, ഇപ്പോ അഭിപ്രായങ്ങൾ എന്താണ്? മുഅ്തസിലാക്കളോട് ഡിബേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാം? ചിലപ്പോൾ അത് മുഅ്തസിലാക്കൾ ആശയം കടന്നുകൂടിയേക്കാം. ഈ സമന്വയ ബിരുദധാരികളെ കുറിച്ചൊക്കെ സാധാരണ ആക്ഷേപിക്കാറുണ്ട്. പോലത്തെ പശ്ചാത്തല വെസ്റ്റേൺ ഇതിന്റെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് സമന്വയം പറ്റുമോ ഇല്ല എന്ന് ഡിബേറ്റ് ഉണ്ടായിരുന്നു. കാരണം സമന്വയം ചെയ്താൽ അവർക്ക് എന്തുണ്ടാവും? സോഷ്യോളജിന്റെ, സൈക്കോളജിന്റെ, സെക്യുലറിസത്തിന്റെ സ്വാധീനം ഉണ്ടാവും എന്നുണ്ട്. അത് മുഅ്തസിലാക്കളോട് ഡിബേറ്റ് ചെയ്ത ആൾക്കുണ്ട്, അത് നമ്മുടെ സ്കോളേഴ്സിലുണ്ട്. അല്ലെങ്കിൽ ഫിലോസഫിയിൽ ഇടപെട്ട നമ്മുടെ സ്കോളേഴ്സിലുണ്ട്. ആ പ്രശ്നം അത് സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രശ്നം കണ്ടിട്ട് ആ വാതിൽ അടക്കുന്നതല്ല നമ്മുടെ അശ്അരി ട്രഡീഷണലിസം. അതുണ്ടായാലും അതിനെ മറികടക്കാനുള്ള ഒരു കോൺഫിഡൻസോടെ എന്താണോ പോകണം. താജുദ്ദീൻ സുബ്ഹി മൻഉൽ മവാനിയിൽ ഇതേ പൊസിഷന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്, ഇതാണ് ശരി എന്ന്. അപ്പൊ അറിയാതെ പറ്റിയല്ല, മൻഉൽ മവാനിയിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അഷ്ബാഹ് വന്നതായി കഴിഞ്ഞപ്പോ എന്റെ ജമ്മിൽ ഞാൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് അശാഇറ, ഇപ്പൊ ഞാൻ അശാഇറയുടെ പൊസിഷൻ തന്നെയാണ്. അന്നത്തെ ആവേശത്തിൽ അത് പറഞ്ഞതാണ്. അന്ന് എനിക്കതാണ് തിരിഞ്ഞത്. തിരിഞ്ഞേ പറയാന്നല്ലാതെ തിരിയാതെ പറയാൻ പറ്റുമോ? അല്ലെ? ഓരോ കാലഘട്ടത്തിലും അന്ന് എന്താണോ തിരിഞ്ഞത് അത് പറയാം. നമുക്കൊക്കെ പോലെ പറഞ്ഞേ മാറ്റി പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനൊന്നുമില്ല. തിരിഞ്ഞത് എന്താണോ ആധികാരികത ഉണ്ടെങ്കിൽ എന്താണോ തിരിഞ്ഞത് അതപ്പം പറയാം. എങ്ങനെ തെറ്റ് അത് തെറ്റാണ് തിരിഞ്ഞാല് അത് തെറ്റാണെന്നും അപ്പം പറയാം. പറഞ്ഞത് മാറ്റി പറയാത്ത പാരമ്പര്യമാണ് എന്നതല്ല നമ്മുടെ പാരമ്പര്യം. പറഞ്ഞത് മാറ്റി പറയുന്ന പാരമ്പര്യമാണ് ആളുടെ പാരമ്പര്യം, നമ്മുടെ ട്രഡീഷണലിസത്തിന്റെ പാരമ്പര്യം. ഷാഫി ഇമാമ് മിസ്റിലെത്തിയപ്പോ ഖദീമിനെ മാറ്റി വെച്ചിട്ട് ജദീദ് പറഞ്ഞു എന്നതാണ് ഷാഫി ഇമാമിന്റെ പ്രത്യേകത. ഇങ്ങനെ തന്നെയാണ് താജുദ്ദീൻ സുബ്ഹി ജംഇലും മൻഇലും ആവർത്തിച്ചുറപ്പിച്ച കാര്യം. അഷ്ബാഹ് നവായിലെത്തിയപ്പോ എവിടെയൊക്കെ പറഞ്ഞത് ജുംഹൂറിന്റെ അശ്അരികളപ്പോ ആദ്യം അശ്അരിത്താൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകളല്ല. അപ്പൊ അവരവരുടെ കൺവിക്ഷൻ അനുസരിച്ച് പറയുക എന്നത് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു രീതി. പിന്നെ തോന്നിയിട്ടുള്ളത് കാരണം ഇതിനൊക്കെ ശേഷമാണല്ലോ ആര് പറഞ്ഞത്. പിന്നെ മുമ്പ് പറയണ്ടേ അവിടെ തഹ്ഖീഖ് ചെയ്ത ഇഖ്തിലാഫ് ഇല്ലാന്ന് അവിടെ തന്നെ പറയണ്ടേ. വാക്കുകളുടെ ഒരു പ്രശ്നമാണിത്. എന്തില്ല, ഉള്ളിൽ കറങ്ങി നോക്കിയാൽ അവിടെ രണ്ട് രീതിയിലും പ്രശ്നമില്ല എന്ന് മഹീമാം അവിടെ തന്നെ പറയുന്നുണ്ട്, ചെമ്പ് തന്നെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ചിലർക്കൊക്കെ അസഹാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അല്ലെ. അസഹ എന്നുള്ളത് 35 തവണ ഇല്ലധികം അസഹ എന്നുള്ള ടെർമിനോളജി വന്നിട്ടുണ്ട്. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ആർട്ടിക്കിൾ വിശദീകരിച്ചിട്ടുണ്ട്. വണ്ടികൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതാക്കാം. ജമ്പൊക്കെ എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കുട്ടികളൊക്കെ നെട്ടിച്ചാം. 15 വന്നേന് 35 വന്നേന് എവിടുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടി വന്നു. അതാണ് ഒരു ഭയങ്കര സെറ്റപ്പായി. കാരണം എണ്ണൊക്കെ എങ്ങനെ പറയുന്നത് കുട്ടികൾ ചെറുതാ പുള്ളി ഇരുന്നിട്ട് പഠിക്കണം എന്ന് നോക്കി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞത് പറയാനൊക്കെ ഉണ്ടാക്കാം. ജമ്പ് കിട്ടണമെങ്കിൽ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ട് ഞാൻ ഇത്തരം തന്നെ എണ്ണിയിട്ടുണ്ട്. അത് വേറെ ചിലർക്ക് എണ്ണിയിട്ടുണ്ട്. പക്ഷെ നമ്മളതിന് എന്തായതുണ്ട് ഓരോന്ന്. പിന്നെ ഞാന് നമ്മള് സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് നോക്കി. പിന്നെ 10-40 പേജല്ലേ. അത് നോക്കിയിട്ട് എന്താ എന്നാലും എത്തിനാപ്പുണ്ട്. എന്റെ തിസിസിൽ ഞാൻ മൂന്ന് ടീമിന്റെ അഭിപ്രായങ്ങളായിട്ട് അത് കമ്പാരിറ്റീവ് ടാബിള് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സവാബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എംഫസറ്റിക് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതാണ് ശരി. ഇപ്പൊ ഇജ്തിഹാദുൻ നബി ഇത് വളരെ രസകരമുള്ള വേറെ ഡിബേറ്റ് ആണ്. ഇജ്തിഹാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദ് ചെയ്യാൻ പറ്റൂല്ലേ, ഈ ചെയ്താൽ തന്നെ തെറ്റ് സംഭവിക്കോ ഇല്ലേ എന്നതിന് ജംഹൂറിന്റെ അഭിപ്രായം തെറ്റ് പറ്റൂല. നബിയാണ് അല്ലെ, മനുഷ്യത്തിന്റെ രൂപത്തിലുള്ളതാണ്. നബിക്ക് തെറ്റ് പറ്റിയാൽ പിന്നെ നബിനോട് പിൻപറ്റണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ തെറ്റ് പിൻപറ്റണമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടിരിക്കും. അങ്ങനെ അള്ളാഹു എന്ന് പറയാൻ ഒപ്പില്ലല്ലോ. അതുകൊണ്ട് നബിയാക്കൾക്ക് എന്താവില്ല തെറ്റ് പറ്റൂല എന്നാണ് നമ്മുടെ അശ്അരി പൊസിഷന്, നമ്മുടെ മെജോറിറ്റി ഒപ്പീനിയൻ. എന്നാല് മുഖ്തസറില് ഇബ്നു ഹാജിം അടക്കമുള്ള വലിയ സുന്നിയാണ്, മാലിക്കിയാണ്, അശ്അരിയാണ്. ഇബ്നു ഹാജിം പറഞ്ഞ എന്താണ്, ഇജ്തിഹാദാണെങ്കിൽ
ഇജ്തിഹാദൊക്കെ ഒരു ഹ്യൂമൻ എൻഡവർ ആണ് അല്ലെ, അത് മനുഷ്യൻ ചെയ്യുന്ന പണിയാണ്. ഇജ്തിഹാദിന്റെ നേച്ചർ എന്താണ്? തെറ്റ് സംഭവിക്കാം. ഇജ്തിഹാദ് ആണെങ്കിൽ പിന്നെ തെറ്റും വേണ്ട, അല്ലെങ്കിൽ ഇജ്തിഹാദുള്ള വഹ്യാന്ന് പറയണം. ഇജ്തിഹാദ് ആണെങ്കിൽ എന്താണ്, 2 പോസിബിലിറ്റീസ് ഉണ്ടാവാം, തെറ്റുണ്ടാവാം. അപ്പൊ പ്രവാചകന് തെറ്റ് പറ്റാം. അപ്പൊ പിന്നെ നമ്മുടെ ഒരു പസിൽ ഉണ്ട്, എന്ത് തെറ്റുണ്ടായാൽ അള്ളാഹു ആ തെറ്റിനെ പിൻപറ്റാൻ പറയാമല്ലേ, അതിനോട് പറയും തെറ്റുണ്ടായാലും ഉണ്ടാവും, കയറും. പക്ഷെ ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു, ഉസൂലിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉസൂലില് ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോ നബിന്റെ ഇസ്തിഹാദിനെ കുറിച്ചാണ് ഇതൊക്കെ. അങ്ങനെ ഇപ്പൊ പറഞ്ഞ ഇയാൾ വഹാബിയായി അല്ലെ, വഹാബിയായി. അപ്പോ എന്താണ് നബിയുടെ ഇജ്തിഹാദ് തെറ്റാണെന്ന അഭിപ്രായം പറഞ്ഞത് കൊണ്ട് ഇബ്നു ഹാജിബ് റഹിമഹുള്ളയുടെ സുന്നി സത്ത് ചോദ്യം ചെയ്യുന്ന ഒരാൾ വന്നിട്ടില്ല. പക്ഷെ ഇത് ജബ്ബർ പറഞ്ഞ മുമ്പ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഇത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ടോപ്പിക്കല്ല. വസ്സവാബു ഇനി ഇബ്നു ഹാജിബ് അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഓൺലി ഒരു ഓപ്ഷൻ എന്താണ്, വസ്സവാബു. അത് എന്താണ് ശരിയായ കാരണം നബിയുടെ ഇജ്തിഹാദ് തെറ്റൂല എന്നുള്ളതാണ്. തുടക്കം മുതലേ നിങ്ങൾക്ക് അതിന് എന്താണ് അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോ രണ്ട് ടീമിന്റെയും ഒപ്പം കൂടിയിട്ട് അതിനെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമല്ല, അതിനെ എന്താവണം റീകൺസിലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണം എന്നുള്ളതാണ് ഈ ഹുൽഫുൽ അഫ്ലി. അങ്ങനത്തെ പഠനമാണെന്ന് കണ്ടിട്ടാണ് അൽ ഹുൽഫുൽ അഫ്ലി അല്ല ഇഖ്തിലാഫാത്തുൽ അഫ്ലിയ ഇൻദൽ ഉസൂലിയീൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതിനൊക്കെ ഉസൂലികൾക്ക് എന്തുണ്ട്, ന്യായങ്ങളുണ്ട്. അതിനൊക്കെ ഓരോന്നിനും ന്യായമുണ്ട്. അത് അഫ്ദൽ സ്വീകരിച്ചതല്ല. സാധാരണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പറയുമ്പോൾ നമ്മൾ പറയുന്ന അത് അല്ലെ, അത് തെറ്റല്ല. 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രവാചകന്റെ റഹ്മത്ത് റഹ്ഫത്ത് ഇതൊക്കെ പ്രവാചകന്റെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ ബേസിലെടുത്തപ്പോ അഹ്ലുബദറിന്റെ അസാറാബദറിന്റെ കൊല്ലണ്ട, ഓലൊക്കെ മോചിപ്പിക്കുക. കാരണം അത് പ്രവാചകത്വത്തിന്റെ ഒരു തന്മയാർന്ന സ്വഭാവത്തിന്റെ ഒരു പരിണിതിയായിട്ടുണ്ടായതാണ്. അപ്പൊ 2 ശരിയാണ്. ആ ശരിയിൽ നിന്ന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആനയിച്ചതനുസരിച്ചുള്ള എടുത്തു. പക്ഷെ മറ്റേതായിരുന്നു, ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന അഭിപ്രായം അല്ലാഹു പറഞ്ഞു. എന്നല്ലാതെ അതല്ല, അത് ഖത അല്ല അല്ലെ എന്നാണ് എന്ത് നമ്മുടെ ഉലമാക്കള് അതിനെ കുറിച്ച്. അത് ആദ്യ നബിയുടെ മുതലുള്ള നമ്മൾ തെറ്റുവന്നു എന്ന് ഖുർആനിൽ പരാമർശിക്കപ്പെടുന്നിടത്തൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവിടെ പറയുന്ന ന്യായങ്ങൾ ഇവിടെ അപ്ലിക്കബിൾ ആണ്. പിന്നെ അതിലത്തെ ശവാഹിദൊന്നും നമുക്ക് പറയാനുള്ള സമയമില്ല. പിന്നെ എന്ത് മബാഹിസുൽ കലാമിയ്യ അല്ലെ, മബാഹിസുൽ കലാമിയ്യ അത് ഞങ്ങളോട് പറഞ്ഞു എന്തായാലും നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ള പറഞ്ഞൊരു കാര്യമാണത്. എന്ത് അത് ആ ഡിബേറ്റ് ഇങ്ങനെ താലിസുബിക്കാർക്ക് എത്ര എങ്ങനെ വെച്ചാല് തെക്രീദിന് ഉസൂലുദ്ദീനിൽ എന്ത് പറ്റോ, തെക്രീദ് പറ്റോ എന്നുള്ള വലിയൊരു ഡിബേറ്റ് ഉണ്ട് അല്ലെ. അപ്പോ തെക്രീദ് പറ്റൂല എന്നാണ് ആരുടെ അഭിപ്രായം? അശ്അരിമാമിന്റെ അഭിപ്രായം അല്ലെ, അശ്അരിമാമിന്റെ അഭിപ്രായം. എന്ന് മാത്രല്ല എന്താണ് തെക്രീദ് ചെയ്തിട്ട് ഒരാൾ വിശ്വസിച്ചാൽ ആ ഈമാൻ എന്തല്ല, ശരിയല്ല എന്ന അഭിപ്രായം നുസീബയിലല്ല അശ്അരി. ഒരു ഇബാദത്തുൽ രസമുണ്ട്, അത് അശ്അരിമാമിന്റെ അഭിപ്രായം ഡയറക്റ്റ് പറഞ്ഞില്ല. ആളുകൾ പറയുന്നുണ്ട് അതാണ് അഭിപ്രായമാണ്, അശ്അരിമാമിന്റെ അഭിപ്രായം എന്നുള്ളത്. എന്നാൽ അതിന് അപ്പോ എന്താണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് മഖ്ദൂബുൻ അലൈഹി, അങ്ങനെ അഭിപ്രായം ആരും പറയില്ല. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിനായ വിശ്വാസികളുടെ ഈമാനിനെ ചോദ്യമുനയിൽ നിർത്തുന്ന, ഉൾമുനയിൽ നിർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആര് നടത്തൂല, അശ്വരിമാമ നടത്തൂല. അതുകൊണ്ട് മഖ്ദൂബുൻ അലൈഹി എന്ന് ചില ആൾക്കാർ പറഞ്ഞു. എന്നാൽ താജുദ്ദീൻ സുബ്ബിക്ക് കുറച്ചും കൂടി ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷനാണ് കൊടുത്തത്. എന്താണ് അത്? വളരെ ഫെയർ ബിലീവ് ഉണ്ടെങ്കിൽ, ശക്കിന് സാധ്യതയില്ലാത്ത ഫെയർ ബിലീവ് ഉണ്ടെങ്കിൽ അതെന്താണ് സ്വീകരിക്കും. അല്ല ആരോ പറഞ്ഞിട്ട് അതുണ്ട്, ഞാനും പറയുന്നുണ്ട് അതുണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഈമാനെന്നല്ല സ്വീകരിക്കൂല. അതുകൊണ്ട് ഇനി വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച വിശ്വസിച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയുന്നത്, താജുദ്ദീൻ സുബ്ബിക്ക് അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെന്താ വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. പിന്നെ അതേപോലെ ജമ്മിൽ തന്നെയുള്ള മറ്റു 2 ഏരിയയാണ് കലാമിയായ അല്ലെ, കലാമിനെ കുറിച്ച് കലാമി ചർച്ചകൾ, തിയോളജി. ഇതിപ്പോ ഇന്ന് കുറെ ആൾക്കാരെ അത്
ഉസൂൽ ഫിഖില് വിളിക്കാതെ വന്ന അതിഥികളാണ് കലാമി ഡിസ്കഷന് മന്തിക്ക് എന്നൊക്കെയാണ് ഇന്നലെ കുറെ ആൾക്കാർ പറഞ്ഞത്. ദഹി കടന്നുകൂടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദഹീലായ മുവാഫഖാത്തിന്റെ മുഖദ്ദിമയില് ഷാത്തിബി ഇമാം പറയുന്നുണ്ട് എന്ത് കുല്ലു മസ്അലത്തില്ലാഹി വഅലൈഹ മസ്അലത്തുൻ ഫിഖിയ്യ. ഏതൊക്കെ വിഷയം ഉസൂൽ ഫിഖിലുണ്ടോ അതിന് അപ്ലിക്കേഷണൽ റെലവൻസ് ഇല്ലെങ്കിൽ അതെന്താ ഉസൂൽ ഫിഖിന്റെ കിതാബിൽ നിന്ന് കൂടി അതിനെ എടുത്ത് പുറത്തേക്ക് ഇടണം എന്ന അഭിപ്രായമാണ് പറയുന്നത്. മുവാഫഖാത്തുൽ ഷാത്തിബി ഇമാം പറയുന്നുണ്ട്. മോഡേൺ പണ്ഡിതന്മാരെ കുറിച്ച് ദഹി കടന്നുകൂടിയ ടോപ്പിക്കുകൾ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കലാമിയായ വിഷയങ്ങള് അതേപോലെ മന്തിക്കിയായ ചർച്ചകളൊക്കെ ഉസൂൽ ഫിഖില് അവിടെ വളരെ കുറഞ്ഞിട്ടാണെങ്കിലും എന്താണ് അത് വന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ പല ചർച്ചകളെയും അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇങ്ങനെ വളരെ കോംപ്രഹെൻസീവായ ഒരു കിതാബാണ് ജംഉൽ ജവാമി. അത് അതിൻ്റെതായ അർത്ഥത്തിന് പഠിക്കണമെങ്കിൽ അവരുടെ മൻഹജിനെ കുറിച്ച് അന്നത്തെ ഡിബേറ്റുകളുടെ രീതിശാസ്ത്രത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവുമ്പോൾ മാത്രമാണ് ഓതുമ്പോൾ അതിന്റെ ഒരു ആധികാരികമായ ഒരു കോംപ്രഹെൻസീവായ പിക്ചർ നമുക്ക് മുമ്പിൽ തെളിയുക. ആ രീതിയിൽ പഠിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം എന്നാവശ്യപ്പെട്ട് നിർത്തുന്നു.